അപ്പോൾ ആ പ്രത്യാശയുടെ അനുഭവം ഉണ്ടെങ്കിൽ If we have that hope, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ ഉയർത്തി നിൽക്കും. when we hear the trumpet of the God, we will ഇത് be restored. രഹസ്യവരവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. This is an example of the coming of the Lord. കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ട് നാറ്റം വെച്ച് കിടന്നാലും Even though we are under the, മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുമ്പോൾ when we hear the voice of the Son of കല്ലറയിൽ God, ഉയർത്തുന്നേറ്റ് വരുന്ന പോലെ from the sepulchre we come again. പ്രത്യാശയുള്ള ദൈവമക്കൾ ഉയർന്നു വരും. The people of the hope will come back. എസെക്കിയേൽ 37 അധ്യായത്തിൽ In വായിക്കുമ്പോൾ Ezekiel 37 we read, അവിടെ ചത്ത അസ്ഥിക്കൂട്ടങ്ങൾ we can see the dry bones. ദൈവത്തിന്റെ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ When the prophecy come from the prophet, ആ പ്രവചനങ്ങൾ കേട്ട് അസ്ഥിയോട് ചേർന്നു. when they hear the prophecy, the bone become together മാംസവും bone, ഞരമ്പും പിടിച്ചു. and they got the flesh and തൊക്കുകൾ the വന്നു. nerves, and they have the ഒരു skin. സൈന്യം പോലെ എഴുന്നേറ്റു. They become as a host. ഇങ്ങനെ അതപ്പതിച്ച് ക്ഷീണിച്ച് തകർന്നു കിടക്കുന്ന സഭയിൽ These kind of weakened church, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ when the word of God comes in, പ്രത്യാശയുള്ള മനുഷ്യർ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും. the people with the hope, they will come up. ചിലർക്ക് അത് ഏറ്റുകൊള്ളാൻ ഒക്കത്തില്ല. Some people will not accept it കാരണം അവർ പൂർണ്ണമായി തകർക്കപ്പെട്ട ഒരു because they അവസ്ഥ. are completely broken. എന്നാൽ ചിലർക്ക് ആ സമയത്ത് മനസ്സിലാവുന്നില്ലെങ്കിലും Some people didn't understand the time. അവർ പിന്നെയും പോയി ഒരു പ്രവാസമെല്ലാം കഴിഞ്ഞ് They will go in another captivity ഒരു again. സമയത്ത് ഈ വചനം കേൾക്കുമ്പോൾ വലിയ മത്സരവും എതിർപ്പും, എന്നെ തകർത്തു, എന്നെ ഇടിക്കാനാണ്, എന്നെ കുത്താനാണ് പ്രസംഗിക്കുന്നൊക്കെ പറഞ്ഞ പാർട്ടികൾ പോലും They got the pricking in one time. പിന്നെ ഒരു പ്രവാസം, അവരുടെ പ്രവാസം തീർന്നില്ല. Their captivity is not finished yet. പ്രവാസം തീർന്നവർക്കാണ് ഈ സമയത്ത് ഉയർക്കാൻ കഴിയും. The peoples who are captivity is ചിലരുടെ over. പ്രവാസം ഇനി ചില വർഷങ്ങൾ കാണും. Some people's captivity will അപ്പൊ അവർക്ക് continue. ആ പീരീഡ് ഇത് ഏറ്റുകൊള്ളാൻ ഒക്കത്തില്ല. They cannot accept it in that way അപ്പൊ time. അവർ വീണ്ടും ഒരു കറക്കം കറക്കും. Again they will go around. ആ കറക്കത്തിൽ After that going, ഇവരുടെ സകല ആപ്പീസും പൂട്ടിക്കും. all their pride will go down. ഇപ്പൊ അവർക്ക് മനസ്സിലാകും, Now they will understood. ദൈവമേ, Oh Lord, ഞാൻ എന്തിനു ഇതിനോടെല്ലാം മത്സരിച്ചു. why I have rebelled again all these കണ്ണു people. തുറന്നു. Now our eyes open. അപ്പൊ പിന്നെ തിരിച്ചു വന്നാൽ That time if they come back, ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം വരും. then they will get happiness by hearing this. അപ്പൊ അവർക്ക് അതിനോട് എതിർപ്പില്ല. Then there is no against, there is no opposition. ഒരു സമയത്ത് ഇത് ഏറ്റുകൊള്ളാൻ വയ്യാതെ റെസിസ്റ്റ് ചെയ്തിരിക്കും. In that one time there was a resistance. പിന്നെ പോയി അടിച്ച് തകർന്നെല്ലാം റെഡി ആയിട്ട് ഇപ്പൊ കുഴപ്പമില്ല, സന്തോഷമായിട്ട് കേൾക്കാൻ കഴിയും. Now they can hear happily. അപ്പൊ അതാണ് ഈ പ്രവാസകാലം. That is what captivity. ചിലർ പ്രവാസത്തിൽ പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ. Some people are going ഒരു to the കൂട്ടർ പ്രവാസത്തിൽ captivity. വിടുതൽ പ്രാപിക്കുന്നു, ഒരു കൂട്ടർ പ്രവാസത്തിലേക്ക് പോകുന്നു. Some people are returned from the captivity. Some people are പിടിക്കത്തില്ല. going to the captivity. പ്രത്യാശയോടെ ജീവിക്കാൻ രക്ഷപ്പെടും. If the people live in hope, അല്ലെങ്കിൽ വാളിനിരയാകും. otherwise they will slain by the യിരെമ്യാ sword. 32 അധ്യായത്തിൽ വായിക്കുമ്പോൾ Jeremiah 32. കൃപകൾ ലഭിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ചു വരാനൊക്കത്തുള്ളൂ. We can come back only if we get the grace. വായിച്ചേ, വാളിന് തെറ്റി ശേഷിച്ച ജനം The people who escaped the sword, മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. they found grace in wilderness. വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ 31 31:2 31 31:2 വായിച്ചേ, യിരെമ്യാ 31:2. Thus said the Lord, the people which were left of the sword found grace in the wilderness. നോക്കണം, മരുഭൂമിയിൽ കൃപ കണ്ടെത്താം. They found grace in wilderness. കാരണം വീണ്ടും അവരുടെ പ്രത്യാശയില്ല, അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള സന്തോഷമെല്ലാം നഷ്ടപ്പെടും. All the worldly pleasures they will lose. അവർ പ്രത്യാശ വെച്ച ചില ജാരന്മാരുണ്ട്. Some saviors they അവർ hope പിന്നെ that ജാരന്മാരുടെ പുറകെ പോകും. they will go with these അവസാനം ഈ people. ജാരന്മാർക്ക് രക്ഷിക്കാൻ കഴിയാതെ വരും. All the saviors will not save them. അവരവരുടെ പാട്ടിന് പോകും. They will go in their own way. അപ്പോഴാണ് ഇവര്, ഞാൻ പണ്ട് പറയുന്ന പോലെ അല്ലെങ്കിൽ ഇടയ്ക്ക് പറയുന്ന പോലെ, ഈ പറഞ്ഞ പോലെ മതിലിനും വേലിക്കെട്ടിനും മുള്ളുവേലിക്ക് ഇടയ്ക്ക് കിടക്കും. They will be in between the wall and the fence. ഹോശേയ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, In Hosea we read, ഇവർക്ക് ഇത് ശക്തി ഉണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് പിന്നെ ജാരന്മാരുടെ പോകും. even they have the power, then they will go behind the saviors. അനങ്ങാൻ വയ്യാത്ത വിധത്തിൽ മുള്ളുവേലിക്കും Now they are in between നോക്കണം, മതിലിനും ഇടയിൽ കിടക്കും. between the wall and the fence. ആർക്കും തങ്ങളെ സഹായിക്കാൻ വഴിയാതെ വരുമ്പോൾ Nobody can help them. അവർ നിലവിളിക്കാൻ തുടങ്ങും. They will start crying. അതുകൊണ്ടാണ് ഇവിടെ സക്കറിയാവിന്റെ 13:7 വായിക്കുമ്പോൾ, In Zechariah 13:7, വാളെ നിന്റെ ഇടയന് നേരെ. O sword, against your shepherd. സക്കറിയ 13:7 13:7 Awake, O sword, against my shepherd. against my shepherd. അപ്പൊ ചില സന്ദർഭങ്ങളിൽ Sometimes ഇടയത്വമില്ലാതെ പോകും. there won't be any shepherd. സഭയിൽ വേലക്കാർ കാണും, The workers will be there, വെള്ളയിട്ട ഉപദേശി കാണും, but the brother will be there, വീട്ടക്കൈയിട്ട സഹോദരിമാര് കാണും, the sisters will be there. പക്ഷെ നടത്തിപ്പില്ല. There is no leading. വിശ്വാസികൾ പറയുന്നവർ കേട്ടുകൊണ്ടിരിക്കും, And the believers here, അവർക്ക് തന്നെ ലക്ഷ്യമില്ല, നടത്തിപ്പില്ല. they don't have this leading. അങ്ങനെ വേലക്കാരുണ്ടേ പോലും Even though the workers are there, വേലക്കാരില്ലാത്ത അവസ്ഥ വരും. there will be no leading. അത് വെട്ടിക്കളയും, ഇടയനെ വെട്ടും. And God will smite the shepherd. ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണാൽ If you fallen from the first love, സഭയോട് എന്താ പറയുന്നത്? ഞാൻ വിളക്ക് തണ്ട് നീക്കിക്കളയും. I will remove the candlestick. സഭയോട് പറയുമ്പോൾ, It's told to Ephesians, നിങ്ങൾ ഏതിൽ നിന്ന് വീണു എന്നോർത്ത് മാനസാന്തരപ്പെടായിരുന്നാൽ remember from where you have fallen and ഞാൻ repent. വിളക്ക് തണ്ട് മാറ്റും. I will remove the candlestick. അതിന് നടത്തിപ്പ് കാണത്തില്ല. There won't be any leading, നടത്തിപ്പായിരുന്നു വേലക്കാർ സഭയെ കാണും. and the leaders will be there. അവരിയ്ക്കുന്നത് ഉള്ളതിനേക്കാൾ ചിലപ്പോൾ ദോഷമായിരിക്കും. They will do much more ചില harm than വേലക്കാർ വന്നു being not. കഴിയുമ്പോൾ
ഉള്ള വിശ്വാസം കൂടെ പിരിച്ചു കളയും. Some workers will separate the believers. വിശ്വാസം കൂടെ വീണ്ടും ബഹളം ഉണ്ടാക്കി ഉളവാക്കി കളയും. Lot of fight in the faith homes. പിന്നെ വേലക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. There is no meaning അതാണ് saying workers are there. There is no leading. പകരം വേലക്കാർ കാണും, Workers will be there, പക്ഷെ ദൈവ നടത്തിപ്പില്ല. but there is no leading of the God. പരിശുദ്ധാത്മാവിന്റെ ലീഡിംഗ് ഇല്ലാത്ത നടത്തിപ്പ്. There is no leading of the Holy Spirit. അപ്പോഴാണ് സഭ പിന്നെ പ്രശ്നത്തിലാകുന്നത്. Then again church will enter to the കുറെ problem. കഴിയുമ്പോൾ After some time, ദൈവം എന്ത് ചെയ്യും? what God will do, വായിച്ചേ, വാളെ നിന്റെ ഇടയിന് നേരെയും ഉണരുക. മതി, ഇംഗ്ലീഷ് വായിച്ചേ. Awake, O sword, against my shepherd, and against the man that is my fellow, said the Lord of hosts. Smite the shepherd. Smite the shepherd. ആടുകളെ വെട്ടുക. smite the shepherd. അതിന്റെ അർത്ഥം, What is the meaning? ആടുകൾക്കുള്ള ഐക്യത ഇല്ലാത്ത സമയം. There is no unity in between സഭ the sheep. ദൈവത്തെ വിട്ട് പോകുമ്പോൾ The church goes away from the God. തമ്മിൽ പിരിവിനുകളായി, There are separations in between. There are clashes. ജാതി, മതം, നിറം, വിത്ത് എല്ലാം കയറി മേയാൻ തുടങ്ങും. Caste, religion, language, all these things comes in. ഈ സമയത്ത് In this time, അതിലൊരു കൂട്ടർ കരയാൻ തുടങ്ങും. one group of people started വായിച്ച് weeping. ഞാൻ ചെറിയവരുടെ നേരെ കൈതിരിക്കും. ഇംഗ്ലീഷ് കണ്ടിന്യൂ. Smite the shepherd, and the shepherd shall be scattered, and I will turn mine hand upon the little ones, and it shall അപ്പോൾ upon the little ones. ചെറിയവരുടെ നേരെ. To the little ones. ആരാണ് ഈ ചെറിയവര്? Who are these little തങ്ങളെ ones? തന്നെ The താഴ്ത്തുന്നവര്, people who humble themselves. The people who cry. സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവര്. They weep. ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവരല്ല, Not in the group. ഗ്രൂപ്പിൽ നിന്ന് വേർപെട്ട് ദുഃഖിക്കുന്നവരാണ്. They separate from the group ഈ and started grieving. അത് ഓർത്തോണം. We have to remember സംഘത്തിൽ that. കൂടാൻ പോയാൽ If you join the group, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് if you go back to the അത് group, കളറോ ജാതിയോ ഭാഷയോ whether it is color, കുടുംബസ്ഥോ caste, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ പോയാൽ go back to the group, ദൈവം നിങ്ങളെ കൈവിട്ട് കളയും. God will forsake ഈ you. സമയത്ത് എന്ത് ചെയ്യണം? In this time, what you have to do? സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളുന്നതാണ്. I will take the people whose അതാണ് ചെറിയവരുടെ നേരെ ഞാൻ കൈതിരിക്കും. towards the little ones. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സഭയിൽ ഇതുപോലെ പരിശോധനകൾ വരും. When these trials comes to the church, 62 പാസ്റ്റർ ആൽവിൻ വീണപ്പോൾ when 62 സഭ Pastor Alvin fallen, ഇടയനെ വെട്ടി സഭ ചെതറിപ്പോയി. God smite the shepherd. ഇതോടെ CPM തകർന്നെന്ന് പറഞ്ഞ പലരും Many ഉണ്ട്. people start that CPM is completely broken. പക്ഷേ അന്ന് ചിലരെ പാസ്റ്റർ ഫ്രെഡി, പാസ്റ്റർ AC തോമസ് ഇങ്ങനെയുള്ളവരെ എഴുന്നേപ്പിച്ച് And God raised many people like Pastor AC Thomas, Pastor Freddy, പണിതുകൊണ്ടിരിക്കുന്നു. and he building the church again. 84 ആ കാലത്തിന് തകർച്ച വന്നു. In 84 there was a broke. പാസ്റ്റർ ഏണസ്റ്റ് എന്ന് പറഞ്ഞൊരു ദൈവദാസനെ എഴുന്നേപ്പിച്ച് വീണ്ടും സഭയെ യഥാസ്ഥാനപ്പെടുത്തി. Pastor Ernest has been raised. 2001 കഴിഞ്ഞപ്പോൾ പാസ്റ്റർ TU, First after 2001 Pastor TU. അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും പൊതു ലീഡേഴ്സുമാരും ലോക്കലിലും ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാറുണ്ട്. In each time God raised many people in the big leadership അങ്ങനെ as ദൈവം well as the തന്റെ local സഭയെ leadership. നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. That's all Lord പക്ഷേ sustaining the church. അഹങ്കാരികളെ ദൈവം നീക്കിക്കളയും. But the God will remove the pride സഫന്യ people. 3-ാം അധ്യായത്തിന് 9-ാം വാക്യം വായിക്കുമ്പോൾ Zephaniah 3:9. സഫന്യ 3:9 3:9 സഫന്യ 3:9 അവിടെ വായിക്കുമ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും, ഏക മനസ്സോടെ അവനെ ഇല്ല, സഫന്യ 2:3 വായിച്ച ആദ്യം. സഫന്യ 2:3. 2:3 of Zephaniah. Seek ye the Lord, all ye meek of the earth, which have wrought his judgment. See righteousness, seek meekness. നോക്കണം, നിങ്ങൾ അന്വേഷിപ്പിൻ, യഹോവയെ അന്വേഷിപ്പിൻ. Seek the Lord. ആ ചെറിയവരെന്ത് ചെയ്യും? മനുഷ്യന്റെ പുറകെ പോകത്തില്ല, The little ones will not go behind the man. ഗ്രൂപ്പിസത്തിന്റെ പുറകെ പോകത്തില്ല, They will not go behind the group. അവിടെ ലീഡേഴ്സിനെ ഉണ്ടാക്കത്തില്ല. They will not create leaders. ഞാൻ പറഞ്ഞ പോലെ മലയാളി സമാജമോ തമിഴ് മന്ത്രോ ഒന്നും അവിടെ കാണത്തില്ല. There is a Malayali Samajam or Tamil Mantram. ഇപ്പൊ അങ്ങനെല്ലാം ഉണ്ടായി നമ്മുടെ ഈ കട്ടപ്പനയിൽ ഞാൻ കണ്ടു. അതുകൊണ്ട് These kind of groups like a Syrian Katamara Center. ന്യായവിധി പലരും നടന്നുകൊണ്ടിരിക്കുക. The judgment is happening many places. യേശു ക്രിസ്തുവിനെ വിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നതിനല്ല ഒരു സമയം കഴിയുമ്പോൾ തകർത്ത് കളയും. If we create group without Jesus, then it will be broken. അത് സഭയിലായാലും ജാതിയായാലും മതവും പറഞ്ഞ് നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ In this church also, if you do the ഒരു caste, സമയം കഴിയുമ്പോൾ നിങ്ങൾ പുറത്താവും. after some times you will be out of the church. കുടുംബത്തിൽ ന്യായവിധി വരും. There will be a judgment come നിങ്ങൾ unto തന്നെ you അതിനെ ഉണ്ടാക്കിയെടുക്കുക. because you are creating. അതാണ് ഇവിടെ സംഭവിച്ചത്. That's what happened here. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ അന്വേഷിപ്പിൻ. So you have to seek the Lord. അഹങ്കാരവും നിങ്ങളവും വിട്ട് You have to remove your pride and നീതിയെ arrogance. അന്വേഷിപ്പിൻ. You have to seek the righteousness. സൗമ്യത You അന്വേഷിപ്പിൻ. seek the meekness. വായിച്ചേ 3:9. അങ്ങനെ അന്വേഷിക്കുന്ന ഒരു കൂട്ടത്തിൽ When in the group of who is seeking, ചെതറിപ്പോയവരിൽ നിന്ന് the people from scattered, തന്റെ സഭയെ ശേഖരിച്ചെടുക്കും. God will gather his church. ഇതെല്ലാം ഇസ്രായേലിന് ഇതുപോലെ സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുകയാണ്. This all happened in Israel also. അവരും ചെതറിപ്പോയെടുത്തു. The people who scattered, അവരെയും ദൈവം ശേഖരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. God gathered them back. വീണ്ടും അവിടെ മന്ദിരം പണിയും. God will build the ഇതുപോലെ temple. ആത്മീയമായ നാമം In the spiritual people like us, ചെതറിപ്പോയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് even though the stage of പ്രത്യാശ scattering, നഷ്ടപ്പെടാത്തവരും the people who didn't തങ്ങളെ lose the തന്നെ hope, the people താഴ്ത്തുന്നവരുമായുള്ളവരെ who humbled themselves, ദൈവം തിരിച്ചുകൊണ്ടിരും. God will bring them back. അല്ലാത്തവര് റിജക്ട് ചെയ്ത് കളയും. Other people will be rejected. 3:9 3:9 സഫന്യ 3:9 For then will I turn to the people a pure language, that പ്യുവർ ലാംഗ്വേജ്.
ബാബേലിൽ വെച്ച് ഭാഷ കലക്കി കളഞ്ഞു. In the Babylon, God has, വിശ്വാസ വീട്ടിൽ 4 സഹോദരിമാരുണ്ട് അല്ലെങ്കിൽ 5 പേരുണ്ടെങ്കിൽ if there are 3 or 4 നിങ്ങളുടെ sisters, ഭാഷ കലങ്ങുന്നെങ്കിൽ if your language is scattered, ഓർത്തോണം, നിങ്ങൾ ദൈവത്തെ കൂടാതെ അവിടെ പണി ആരംഭിച്ചിട്ടുണ്ട്. remember you have started building without God. ദൈവം പണിയുന്ന പണി വിട്ട് Without the will of God, പാസ്റ്ററുടെ പണിയോ മദറിന്റെ പണിയോ അസിസ്റ്റന്റിന്റെ പണിയോ തുടങ്ങിയാൽ if you do your own work, തമ്പുരാൻ ഉണ്ടായിരിക്കും. God will just be ക്ലൈമാക്സ് quiet. ആകുമ്പോൾ In the climax, പൊട്ടിച്ചങ്ങ് തീർത്തു കളയും. God will completely destroy അങ്ങനെയാണ് it. നമ്മുടെ ഫെയ്ത്തോണൊക്കെ ചിലപ്പോൾ ബഹളം ഉണ്ടാക്കുന്നത്. That's why we had the fight പിന്നെ in the പെട്ടി faith പെട്ടി room. തൂക്കി നാല് സ്ഥലത്തേക്ക് പോകും. And the people will go in each ചിലത് direction. മാനസാന്തരപ്പെടും, ചിലത് ഇങ്ങനെ തന്നെ ആവർത്തിച്ച് അവസാനം ഇല്ലാതാകും. Some people will repent and some people will end up like this. ചിതറിപ്പോയുടെ സഭയെ ഞാൻ ചേർക്കും. I will gather the people who are scattered. അവർ ഏക ഭാഷയോടുകൂടി, They will have the same language. അതല്ലേ ആദിമ സഭയ്ക്കും ഏക ഭാഷയായിരുന്നു. There is a single language. വിശ്വസ്തയുടെ കൂട്ടം The people who ഏക have മനസ്സും ഏക ഹൃദയമുള്ളവരായിരുന്നു. same heart and same mind. ഇതുപോലെ Likewise, ചെതറിപ്പോയവരിൽ the people who are scattered, വ്യത്യസ്ത സ്വഭാവമുള്ള മനുഷ്യര് many people are different കുറെ പേര് opinions. വാളിനിരയാകും, The people slain by the sword. ചിലര് മാനസാന്തരം. Some people will repent. അങ്ങനെ ചെതറിപ്പോയുടെ സഭ തന്നെ വായിച്ചേ 3:9. For then will I turn to the people a pure language, that they may call upon the name of the Lord. നോക്കണം, അവർ ദൈവത്തിന്റെ നാമത്തിൽ വിളിച്ചു വരും. They will call upon the name of the Lord. അവർ തമിഴോ മലയാളം പറഞ്ഞുകൊണ്ട് വരുന്നതല്ല, Not the Tamil or അല്ല Malayalam, കറുത്തത് വെളുത്ത പറയുന്നുണ്ടല്ല, black or അല്ല fair, എഫ്രായിമോ മനാശയും പറഞ്ഞു വരുന്നതല്ല. not Ephraim, Manasseh. അവർ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് വരും. They will trust in God and come. അതെങ്ങനെ വരും? How? താട്ട് വായിക്കാം. To serve him with one consent, വൺ കൺസേൺ, അവർക്കെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. They have only one concern. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു. Oh, we are coming to do the will of നിന്റെ you, ഇഷ്ടം Lord. ചെയ്യണം. We want to do the will of you. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു. I am coming to do the will of അങ്ങനെ you. താഴ്ത്തി വരുന്നവരെല്ലാം ഒരേ കൺസേൺ. The people comes with the same concern. അല്ലാത്തവരെല്ലാം നീങ്ങിപ്പോകും. Other peoples will be removed. ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. You have to understand this very ഈ clearly. ക്ലാസ് കേൾക്കുന്നവർ മാക്സിമം ഇതിനെ പ്രചരിപ്പിച്ചോണം. Whoever hear this message is to സമയം spread തീരാൻ this. പോവുകയാണ്. കേൾക്കുന്നവർക്ക് ഒരു മാനസാന്തരം ഉണ്ടായിക്കോളൂ, അല്ലാത്തൊരു പുറമെ The time is going to over. താട്ട് വായിക്കാം. കണ്ടിന്യൂ. from behind the rears of Ethiopia, my suppliants, even the daughters of my distress, shall bring mine offering. In that day shall thou not be ashamed for all the doings wherein thou hast transgressed against me. For then I will take away out of the midst of thee them that rejoice in the pride, and thou shalt no more be haughty because of my holy mountain. ഇവിടെ ദൈവം പറയുന്നത്, ഞാൻ ഗർവോത്സുതന്മാരെ നീക്കിക്കളയും. I will remove the haughty peoples. ഞാൻ താഴ്മയും ദാരിദ്ര്യമുള്ള ജനത്തെ അവശേഷിപ്പിക്കും. I will bring the poor and the നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലാകാൻ. that's to come back as a children. താഴ്മയും ദാരിദ്ര്യമുള്ളവര്, The people who are poor and humble. എങ്ങനെയാണ് മടങ്ങി വരുന്നത്? How they come back? യിരെമ്യാ പ്രവചനം In Jeremiah 30-ാം അധ്യായം 30, 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 8 we read, അവർ കരയുന്നവരായി വരും. they will come back weeping. വായിച്ചേ 31:9. യിരെമ്യാ 31:9. And for it shall come to pass in that day, saith the Lord of hosts, that I will break his yoke from the neck, and will burst thy bonds, and strangers shall no more serve themselves of him, but they shall serve the Lord their God, and David their king, whom I will raise. 31:9. 31:9 ആണോ? മലയാളം ഇംഗ്ലീഷ് വായിച്ചേ. They shall come with weeping. വീപ്പിംഗ്. They shall come with weeping. They shall come with weeping. അവർ കരച്ചിലുണ്ടായിരിക്കും ഇപ്പോൾ. There will be a അഹങ്കാരം weeping. അവരുടെ വായിലില്ല. There is no Arrogant pride. and aggressive. Not aggressive or ഈ arrogant. സ്പിരിറ്റുള്ളവരെല്ലാം സമയം കൊടുക്കും, ഇല്ലാത്തതിനെല്ലാം നീക്കളയും. God will remove this kind of അവർ people. തന്നെ ലോകത്തിലേക്ക് പൊക്കോളും. They will go to the world ആരും ഓടിക്കാതെ themselves ദുഷ്ടൻ ഓടിപ്പൊക്കോളും. without. അതുകൊണ്ട് ഈ കാലത്തിൽ വേലക്കാരും വിശ്വാസികളും പലരും വിട്ടുപോകും. These times workers and believers will എണ്ണം go. കുറയുന്നോണ്ട് പേടിക്കണ്ട. The numbers going down, don't afraid. ഉള്ളത് ശുദ്ധമാകും. Everybody will be sanctified. അല്ലെങ്കിൽ ഇങ്ങനെ കൂടി വരാനൊന്നും അധികം സമയം കിടത്തില്ല. There won't be much time for this gathering. ദൈവം തനിക്കുള്ളവരെ വിശുദ്ധീകരിച്ച് വേർതിരിക്കുന്ന സമയമാണ്. God is sanctifying his own അവർ people. കരയുന്നവരായി തീരും. The peoples will become ഇത് weeping. തന്നെയാണ് ഇസ്രായേലിന് സംഭവിക്കുന്നത്. This is what is happening in Israel. സക്കറിയ 12:10 വായിക്കുമ്പോൾ, Zechariah 12:10. ഞാൻ അവരുടെ മേൽ എന്റെ കൃപയുടെയും യാചനയുടെ ആത്മാവിനെ പകരും. I will pour them the spirit of supplication and grace. വായിച്ചേ സക്കറിയ 12:10. And I will pour upon the house of the David and upon the inhabitants of Jerusalem the spirit of grace സ്പിരിറ്റ് ഓഫ് ഗ്രേസ്, കൃപയുടെ ആത്മാവ്, and of supplication, സപ്ലിക്കേഷൻ, യാചനയുടെ ആത്മാവ്. and they shall look upon me whom they have pierced, and they shall mourn for me. എന്താ അതിന്റെ അർത്ഥം? What is the meaning of ഇസ്രായേൽ that? ജനം The
The Israel people, അവസാനം കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യർ പല ദേശത്തും ചേർക്കപ്പെട്ടു. the many peoples gathered from many എന്നാൽ nations. വീണ്ടും ഒരു ശുദ്ധീകരണ കാലം വരുമ്പോൾ When the time of sanctification, അനേകർ ആ കാലത്ത് വർഷന്മാരായി പോകും. that time they will become അവർ വീണ്ടും bad, അന്തിക്രിസ്തുവിന്റെ കാലത്തിന് വാളിനിരയാൻ പോവുകയാണ്. and they will be slain in the time of Antichrist. എന്നാൽ ആ കാലങ്ങളിൽ In those times, ഇസ്രായേൽ ക്രിസ്തുവിലേക്ക് തിരിയാൻ Israel comes to Christ. ഞാൻ കൃപയുടെയും യാതിനുടെയും ആത്മാവിനെ പകരും. I will pour the spirit of grace and അതാണ് വെളിപ്പാട് supplication. 11-ാം അധ്യായത്തിൽ പറഞ്ഞ രണ്ട് അഭിഷിക്തന്മാരെ അയക്കും. Revelation 11, we read there are two anointed peoples will നമ്മൾ come. പറയുന്ന പോലെ മനസാക്ഷ്യം കാലത്തിലെ ആനോക്ക്. There is a Hanok for the dispensation of the conscience. കൃപയുടെ പ്രതിനിധിയാണ്. Hanok is shows the grace. ഏലിയാവ് And Elijah, ദൈവത്തോട് യാചിച്ചപ്പോൾ when he prayed with God, ദൈവം തീയിറക്കി കൊടുത്തു. God brought the അതാണ് fire. യാതിനുടെ ആത്മാവ്. It is the spirit of അതായത് supplication. ഏലിയാവിന്റെയും ആനോക്കിന്റെ ആത്മാവായിരിക്കും. The spirit of Elijah and Enoch. രണ്ടുപേരും മരണം കാണാതെ എടുക്കപ്പെട്ടുകൊണ്ടാണ് അവരായിരിക്കും നമ്മൾ പറയുന്നത്. We just telling that because they're taken up with the death. ഇവര് വന്ന് They will come ഈ കൃപയുടെയും യാതിനുടെയും ആത്മാവ് പകരുന്നതിനാൽ when they get the spirit of grace and ഇസ്രായേലിന് ബോധം supplication. വരുത്തും. ഇസ്രായേലിന് ബോധം വരും. They will make the Israel ഒരു people, കൂട്ടം മനുഷ്യര് one group of people, താഴ്മയുള്ളവർക്ക് മനസ്സിലാവും ഞങ്ങൾ ക്രൂശിച്ച യേശുവിനെയാണ്. they will understand that what we crucified is Christ. സക്കറിയ 13-ാം അധ്യായത്തിൽ In വായിക്കുമ്പോൾ Zechariah 13 we read, അവർ കുത്തിയമുങ്കിലേക്ക് നോക്കി they രക്ഷപ്പെടും. will look unto them അങ്ങനെ pierced, ഇസ്രായേലിൽ ഒരു ഗ്രൂപ്പിന് രക്ഷ വരും. and one group of Israel will get അവരെ saved. വേർതിരിച്ച് 7-ാം അധ്യായത്തിൽ പറയുന്നു 144,000 പേരെ 1000 വർഷ ഭരണത്തിലേക്ക് കടത്തും. And they will be separated and sealed 144,000 they will get to the millennial reign. ഇതുപോലെ സഭയ്ക്കും For the church also, ഈ കരയുന്നതായ മനുഷ്യരെ the people who are weeping, അവരെ തിരിച്ചു കൊണ്ടുവരും. God will bring them back. നോക്കണം, അതാണ് കരയുന്നവരായി കൊണ്ടുവരും. The people who are coming with കരച്ചിന്റെയും weeping, കണ്ണുനീരിന്റെയും crying and weeping, അവർക്ക് വേറൊന്നും അറിയത്തില്ല. they want nothing. അതുകൊണ്ടാണ് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല Not by might, not by power. കരയുന്ന മനുഷ്യരോട് ദൈവം സഹാനുഭൂതിയുണ്ട്. God will show the loving kindness to അവരെ those who are ദൈവം രക്ഷിക്കും. crying. God will save അവരെ them. കൈവിടത്തില്ല. God will not forsake them. അഹങ്കാരം പറയുന്നവരും നികളം പറയുന്നവരും ധാർഷ്ട്യം പറയുന്നവരും ഭാഷാ സ്പിരിറ്റ് ഉള്ളവരും ജാതി സ്പിരിറ്റ് ഉള്ളവരും The pride people, arrogant people, and with the groupism people, മാനസാന്തരപ്പെടാൻ സമയം കൊടുക്കും. God will give time to repent. ഇല്ലെങ്കിൽ അവർ നീക്കപ്പെടും. Otherwise, they will be removed. ഒന്നുകിൽ ചത്തുപോകും, Many people will die. ഇല്ലെങ്കിൽ സഭയിൽ നിന്ന് വെളിയിലായി പോകും. Some people will go out of ഇതാണ് the ഈ church. കാലത്ത് നടക്കാൻ പോകുന്ന കാര്യം. That's what going to happen in this time. എണ്ണം കുറയുന്നതിന് ഒട്ടും പേടിക്കേണ്ട Don't ആവശ്യമില്ല. be afraid that the number goes അങ്ങനെ ഒരു down. ഗ്രൂപ്പിനെ കർത്താവ് മുമ്പോട്ട് കൊണ്ടുവരും. God will bring that kind of group. അവരെ പണിയുന്നതാണ് സൈന്യത്താലും അല്ല. സക്കറിയ 4:6 വായിക്കുമ്പോൾ They are building not by might, not by power. സക്കറിയ 4:6 4:6. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ. Then he answered and spake unto me, saying, This is the word of the Lord unto Zerubbabel, saying, Not by might, nor by power, but by my spirit. But my spirit, എന്റെ സ്പിരിറ്റ് കൊണ്ട് മാത്രമാണ്. But by my spirit. അപ്പോൾ ഈ ആത്മാവിനാൽ മാത്രം നടത്തപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം. We come to an experience where we led only by the spirit of God. ഒന്നാമത് നമുക്കുള്ള ആരോഗ്യമില്ല. For there is no health in us. പൗലോസ് പറഞ്ഞു എന്റെ ബലഹീനതയിൽ അവന്റെ ബലം തികഞ്ഞു വരുന്നു. In my weakness his strength is നമുക്കൊന്നും increasing. ചെയ്യാൻ കഴിവില്ല. I cannot do anything of my own. പ്രാർത്ഥിക്കാൻ പോലും ചിലപ്പോൾ ശക്തിയില്ല. Sometimes we cannot even pray. എങ്കിലും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. But the spirit of God will help us. ആത്മാവ് താൻ ഉച്ചരിച്ചുകൂടാത്ത നരകങ്ങളാലും Through the നമുക്ക് mornings, വേണ്ടി പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്ത് നമ്മളെ ബലപ്പെടുത്തും. and the Holy Spirit is interceding for us. ശരീരത്തിൽ ബലഹീനായാലും Even though we are weak in the body, അകത്ത് കിടക്കുന്ന കനൽ കെട്ടുപോകാത്തതുകൊണ്ട് our fire is not quenched വീണ്ടും inside. ഒരു മാനസാന്തരം ഉണ്ടാകുന്നുണ്ട്. When we get the repentance, ദൈവം അത് ഊതി കത്തിച്ചുകൊണ്ടേയിരിക്കും. God will make the fire out അങ്ങനെ നമ്മൾ ബലപ്പെടുത്തിയിരിക്കും. and will be strengthened again. ആ ബലം കൊണ്ടാണ് ഇനി നമ്മൾ ജീവിക്കേണ്ടത്. With that strength we will move അതുകൊണ്ടാണ് forward. പത്രോസിനോട് പറഞ്ഞത്, That's why God told to നീ Peter, പ്രായമായി കഴിയുമ്പോൾ when you are aged, നീ പക്വത അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിൽ വരുമ്പോൾ when we come to that maturity time, വേറൊരുത്തൻ നിന്റെ അരകെട്ടും another person will gird your അവർ നിന്നെ girdle നടത്തും. and he will lead you. അതാണ് ആത്മാവിനാൽ നടത്തപ്പെടുന്നത്. This is the time led by ഇതാണ് spirit. ഈ 3 സ്റ്റേജിന്റെ അനുഭവം എന്ന് പറയുന്നത്. This is the experience of the 3 ആ stages. സമയങ്ങളിൽ In that time, സക്കറിയാവ് നമ്മൾ കാണുമ്പോൾ Zechariah we can see ഒന്നാമതൊരു വലിയ തടസ്സമുണ്ട്. there is a big hindrance. 4:7 വായിക്കുമ്പോൾ സെരുബാബേലിന് മുമ്പിലായ മഹാപർവ്വതമേ നീ ആർ. Who is the big great mountain in front നീ of Zerubbabel? സമഭൂമിയായി അത് വായിച്ചേ. You will be plain. Who art thou, O great mountain? Before Zerubbabel, thou shalt become a plain, and he shall bring forth the headstone thereof. He shall bring forth the headstone. അവൻ തലക്കല്ലിനെ കൊണ്ടുവരും. He will bring the headstone. എങ്ങനെ കൊണ്ടുവരുന്നത്? How? With shoutings, crying, grace, Shouting, crying, grace, grace, grace. Grace. കൃപ കൃപ എന്ന് പറയും. Grace, grace. ഞാൻ പാസ്റ്റർ. I am a pastor. 40 years. 40 years. I was working. I am working. I built many buildings. ഞാൻ അനേക വീടുകൾ പണിതു. Many buildings I have constructed. ഞാൻ അങ്ങനെയാണ്. I am like this. I am like he. ന്യായം പറയുന്നവനല്ല. It's not like this. അവർക്ക് ഇതിൽ പ്രവേശിക്കാൻ ഒക്കത്തില്ല. They cannot enter. കർത്താവേ ഞാനൊന്നുമില്ല. Oh Lord, I am nothing.
Only by grace. Only by grace. Grace, grace, grace. They will shout grace, grace. പക്ഷേ നിങ്ങളാണല്ലോ പ്രസംഗിച്ചത്. Pastor, you ഓ preach. ഞാൻ നോട്ട് I am not ബൈ agreeing. ഗ്രേസ് ഗ്രേസ് It's by grace. ഈ കൃപയാണ് When we get this grace, താഴെ കിടക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ മേളിൽ കൊണ്ടുവരണം. we bring the Christ who is down, we have to bring കാരണം it നമ്മളെ down. ചവിട്ടി താഴെ കളഞ്ഞു. Because he is down ആ now. സ്ഥാനത്ത് ഭാഷന്മാരും മദരന്മാരും വിശ്വാസികളെല്ലാം മേളിൽ കയറിയിരിക്കുക. Upon the Christ, now the pastors came. യേശു ക്രിസ്തുവോടാ. Where is Christ? അതുകൊണ്ടാണ് ക്ഷമിക്കാത്തതും ഈ പാർഷ്യാലിറ്റി എല്ലാം കിടക്കുന്നത്. That's why the partiality and unforgiveness. ക്രിസ്തുവിനെ നമ്മൾ മനഃപൂർവ്വം കൊണ്ടുവരണം. Now we bring the Christ up. അതിന് ഉദാഹരണമാണ് For an example, 2 ശമൂവേൽ in 2 Samuel 19:10 വായിക്കുമ്പോൾ 2 Samuel 19:10, രാജാവിനെ തിരികെ കൊണ്ടുവരണം. bring the king back. രാജാവ് എവിടെ ഇപ്പം? Where is the king now? കാട്ടിൽ. He is in the forest. 2 Samuel 19:10. And Absalom, whom we anointed over us, നോക്കണം എന്താ സംഭവം. What happened? നാം നമുക്ക് വേണ്ടി അഭിഷേകം ചെയ്ത അബ്സലോം പടയിൽ പെട്ടുപോയി. Now we anointed the king. The Absalom has been died in the battlefield. അബ്സലോം ആരാണ്? Who is Absalom? മഹാപർവ്വതം. He is a big mountain. ദാവീദിന്റെ രാജ്യത്തിന് വിരോധമായി നിന്ന വലിയൊരു പർവ്വതമാണ് ഈ പറഞ്ഞ അബ്സലോം. Absalom is a great mountain stood against the kingdom of David. ലിറ്ററലി അവന്റെ മകനാണ്. He is a son of him. പക്ഷെ 15-ാം അധ്യായത്തിൽ But in 15th 2 chapter, ശമൂവേൽ 15:1 വായിക്കുമ്പോൾ 2 Samuel 15:1, അവനറിയാം ആയുഷ്കാലത്തിന് എവിടെങ്കിലും എത്താൻ in ഒക്കത്തില്ല. his lifetime he cannot become a king. അതുകൊണ്ട് സ്വന്തം ബലത്താൽ, With his own power, സ്വന്തം ശക്തിയാൽ, with own his might, സ്വന്തം ജ്ഞാനത്താൽ with his own wisdom, രാജാവിനെ മറിച്ചിട്ട് എനിക്ക് രാജ്യസ്ഥാനം കിട്ടണം. I want to get a kingdomship. ആ സ്വയം That ego. ഈഗോ That ego. അവൻ എന്ത് ചെയ്തു? അതിനുവേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങി. He was trying for that. 15:1 മുതൽ 15:1 onwards. 15:1. and it came to pass after this that Absalom prepared his chariots. നോക്കണം, അവനൊരു രഥമുണ്ടാക്കി. He has a chariot. രഥം ഇതേ കാണിക്കുന്നു. Chariot shows what? നമ്മുടെ പ്രതാപത്തെ കാണിക്കുന്നു. Our pride. നമ്മുടെ സ്വയപ്രശംസ. Our ego, self-praise. അടുത്ത് And horses, ഹോഴ്സസ്, സ്വന്തം ബലം. Own power. and 50 men to run before him. തനിക്ക് മുമ്പാകെ ഓടാൻ 50 പേരെയും 50 men. താൻ തന്നെ തനിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന രാജ്യം. He is creating a kingdom for himself. ബാബേൽ കോട്ട പണിതുപോലെ When they are building the ദൈവം Babel പണിയാതെ tower, സ്വന്തം രാജ്യം തനിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുകയാണ്. he is making a ഇതുപോലെ kingdom. Likewise, വിശ്വാസ വീട്ടിലോ സെൻട്രൽ ഫെയ്ത്ത് ഹോമിലോ in the faith home or center faith home, ദൈവത്തെ കൂടാതെ നീ പണിതുണ്ടാക്കുന്ന നിന്റെ സാമ്രാജ്യം ഒരു സമയം കഴിയുമ്പോൾ തകർന്നു പോകും. the kingdom without the help of the God, if you are അത് സെൻട്രൽ constructing it, will be പാസ്റ്റർ broken. ലോക്കൽ പാസ്റ്റർ ആയിരുന്നാലും മദർ ആയിരുന്നാലും ശരി, വിശ്വാസിയായിരുന്നാലും ശരി. Whoever it is, center pastor, local pastor, or the believer. ചിലപ്പോൾ തോന്നും ഞാൻ വിചാരിച്ചാൽ നടക്കും, Sometimes you may feel എന്നെ that കൊണ്ട് I can ചിലതെല്ലാം do. സാധിക്കും. I can do. ഈ അഹന്ത കയറുകയാണ്. This pride comes in. അതാണ് ലൂസിഫറിന്റെ ആത്മാവ്. That is a spirit of Lucifer. I am. ഞാൻ അങ്ങനെ ചെയ്യും, I will do this. ഞാൻ വിചാരിച്ചാൽ എന്ത് നടക്കുമെന്നറിയാമോ? Do you know what I can do? എന്നെ തൊടാൻ നിങ്ങൾക്ക് ഒക്കത്തില്ല. Don't touch me. You cannot touch me. അത് ദൈവത്തിന്റെ പേര് പറഞ്ഞു ചെയ്യാം. They are doing in the name of the ദാവീദ് God. പറയുന്ന പോലെ അവന്റെ നാമത്താൽ In the name of God, David says. അല്ലാത്ത അഹങ്കാരങ്ങളല്ല, അഹങ്കാരിയെ നീ ഇടറി വീഴും. Oh, pride people, you will fall ഇതാണ് down. സെരുബാബിനുള്ളതായ പർവ്വതം. This is the great mountain in front of ഈ പർവ്വതം Zerubbabel. നിൽക്കുന്നിടത്തോളം കാലം As long as this great mountain is ദാവീദ് there, കാട്ടിൽ പോയി. the David went to the forest. അവിടെ വായിക്കുമ്പോൾ As we read അവൻ further, കാഹളമോതി രാജാവായി. he became a king by, ഇസ്രായേലിൽ വ്യവസ്ഥയില്ലാത്തവരിൽ അബ്സലോമിനെ രാജാവാക്കി. and all the peoples of Israel made the Absalom as a king. അവനെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങി. They all started exalting him. ശരിയായ നടത്തിപ്പും പരിശുദ്ധാത്മാവും താഴോട്ട് പോയി. The true Holy Spirit went down. പക്ഷെ ഒരു കാര്യം But one thing, അഹിത്തോഫേൽ പറയുന്നുണ്ട്. Ahithophel saying, 17:8 വായിച്ചേ. 2 17:8. ശമൂവേൽ 17:8. 2 Samuel ഒരു 17:8. കാര്യം നീ ഓർത്തു, One thing you നിനക്ക് ഇപ്പൊ remember. ചില ശക്തിയും ബലമൊക്കെ ഉണ്ടെങ്കിലും Now you might have some power. ദാവീദ് ആരാണെന്ന് നിനക്ക് അറിയത്തില്ല. Do you know who David is? സക്കറിയ 3:9 വായിക്കുമ്പോൾ, Zechariah 3 we read. 3 വായിക്കുമ്പോഴേ 3:1 3:1 we അവൻ read. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണ്. He is taken out of the അവനോട് fire. കളിക്കാൻ പോയാൽ If you play with him, നിനക്ക് സാധിക്കില്ല, നിനക്ക് അതിനുള്ള അഭ്യാസനമില്ല. you don't have that experience. വായിച്ചേ 17:8. 17:8. For said Hushai, thou knowest thy father and his men, that they may be mighty men, and they be ഹുശായി പറയാണ്, Hosea says, നിന്റെ അപ്പനെ കുറിച്ച് നിനക്കറിവില്ല, you don't know about your father. പക്ഷെ എനിക്കറിയാം. I know about him. അവർ മൈറ്റി മാൻ, He, ശക്തരായ he മനുഷ്യൻ. is a mighty man. രണ്ടാമത് അവൻ യോദ്ധാവാണ്. He is a warrior. അവർ ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും യുദ്ധം ചെയ്യുന്നവരാണ്. With his left hand and right hand he will do the battle. നോക്കണം, അവർ ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും യുദ്ധം With the ചെയ്യുന്നവരാണ്. right hand and left hand he will do the നീ അവനെ war. തേടി പോകുമ്പോൾ If he goes searching him, അവനെ കിട്ടുകയില്ല. you will not find him. കാരണം അവൻ വല്ല പാറക്കെട്ടിലൊക്കെ ഒളിച്ചിരിക്കുന്ന പാർട്ടിയാണ്. He will be hiding in between the rocks. പാറക്കെട്ട്
in the rocks. ആരാ റോക്ക്? Who is the rock? ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നവര്. The people who hidden in the അവരെ Christ. തൊടാനൊക്കത്തില്ല. You cannot touch them. അവസാനം എന്ത് ചെയ്തു? At the end, what will happen? അഹങ്കാരം നിങ്ങളുമായിട്ട് When the people with the pride and ദാവീദിനെയും കൂട്ടരെ ഇല്ലാതാക്കാൻ വേണ്ടി പോയി. to destroy David and group, ഇപ്പോൾ ആകാശത്തിനും ഭൂമിക്ക് മധ്യേ ആടുകയാണ്. now he is in between the heaven and the earth. അബ്സലോം തീർന്നു. Absalom is finished. അബ്സലോമിനെ പിൻപറ്റിയവരെല്ലാം തകർന്നു പോയി. The people who followed Absalom also broke, അവരുടെ രാജ്യവും തകർന്നു. and his kingdom ഇതുപോലെ also broke. ചില Likewise, സമയത്ത് സഭയെ ശുദ്ധീകരിക്കാൻ, sometimes to sanctify the church. അതുകൊണ്ട് എന്തുണ്ടായി? What happened? ദാവീദിന്റെ കൂടെ നിന്ന കള്ളന്മാരും അവിശ്വസ്തന്മാരും വേശികളും എല്ലാം ആ കൂട്ടത്തിൽ അങ്ങ് ഒഴുകിപ്പോയി. Many people who were unfaithful to David has been fallen off. ഇപ്പൊ രാജ്യം ശുദ്ധീകരിച്ചു. Now the whole nation has been രാജ്യം sanctified. ശുദ്ധീകരിച്ചു മാത്രമല്ല, After the sanctification of the land, ദാവീദും താഴോട്ടിറങ്ങി. David also came down. അവിടെ വായും കിദ്രോനത്തോട് കടന്നു. കിദ്രോനത്തോട് In the river of Kidron, he അത് was saved. ശുദ്ധീകരണത്തെ കാണിക്കുകയാണ്. It shows the sanctification. അവൻ തലയെ മൂടിക്കൊണ്ട് തലയെ കൈവച്ചുകൊണ്ട് He covered his head with his hand ചെരുപ്പിടാതെ സ്വയം താഴ്ത്തി without shoes by humbling himself. ഒലിവുമലയുടെ കയറ്റത്തിലേക്ക് പോയി. He was climbing the olive പ്രത്യാശ mountain. നഷ്ടപ്പെട്ടിട്ടില്ല. His hope didn't lose. അതുകൊണ്ട് അവൻ ഒലിവുമലയുടെ കയറ്റത്തിലേക്ക് പോയി. And he was climbing അവൻ the olive ഒലിവുമലയുടെ mountain. കയറ്റത്തിൽ ചെല്ലുമ്പോൾ When he went to the olive ഇവിടെ ഇത് mountain, അബ്സലോം തകർന്നു. and the Absalom has been finished. രാജ്യം ഫ്രീ ആയി. And the kingdom is completely കസേര ഫ്രീ free. ആയി കിടക്കുക. And the throne is free. ദാവീദ് കസേര ആഗ്രഹമുള്ളവനല്ല. David didn't like the throne. പണ്ടേ വേണ്ടാന്ന് പറഞ്ഞ് പോയവനാ. In the old time, he told, I don't want throne. ദൈവം നിർബന്ധിച്ച് കയറ്റി വെച്ചിരിക്കുന്ന. God forced him to be in the throne. ഇപ്പോഴും സിംഹാസനമൊന്നും വേണ്ട, അവൻ ദൈവത്തോടുള്ള വാസമാണ് ഇഷ്ടം. Now also he don't like the throne. പക്ഷേ But ജനം the people, എന്താ പറയുന്നത് ഇവിടെ? what they are saying, രാജാവിനെ തിരികെ കൊണ്ട് വായിച്ചേ 2 ശമൂവേൽ 19:10. And Absalom, whom we anointed over us, നാം അഭിഷേകം ചെയ്ത അബ്സലോം പടയിൽപ്പെട്ടു. ഇതുപോലെ പല വേലക്കാരും many workers, വിശ്വാസികളും the കുറെ believers, കഴിയുമ്പോൾ അവർക്കായിട്ട് രാജാവിനെ അഭിഷേകം ചെയ്യും. they will make a king for themselves. പിന്നെ അവരുടെ വാളുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. Then they will fight with their own അവരുടെ sword, നാക്കിന്റെ സാമർഥ്യവും with the smartness of the കള്ളത്തരവും tongue, പറഞ്ഞ് തന്റെയോടും with പറഞ്ഞ് the lies. തങ്ങൾ ചില ഫെയ്ത്തോമിൽ ചിലരെ ക്യാൻവാസ് ചെയ്യാൻ നോക്കും. They will start canvass the people in the faith. അങ്ങനെ ചില വിശ്വാസികളും വേലക്കാരും തമ്മിൽ ഐക്യമാകും. And there will be union between the believers and workers. പക്ഷെ കുറെ കഴിയുമ്പം Afterwards, everything will be broke off. അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ എന്തു പറയും, എല്ലാം നഷ്ടപ്പെട്ടവനെ എളുപ്പം കാണും. And they will go by losing everything. കുറെ പേര് അതോടെ തകർന്നു പോകും. Many people will break. കുറച്ച് പേരൊന്നും അറിയാതെ വിട്ടുപോയി. Some people will entangled, അപ്പോൾ unknowingly. പറയാണ്, ശരി സാരമില്ല, Not a നിങ്ങൾ problem. നിങ്ങൾക്ക് വേണ്ടി അഭിഷേകം ചെയ്ത ആ സ്വയം ഉണ്ടല്ലോ ഈഗോ, That ego, അത് പട്ടുപോയി. it is നിങ്ങൾ gone. എന്ത് ചെയ്യണം? Now what you have to do? നിങ്ങൾ ഒന്നും ചെയ്താൽ മതി, രാജാവിനെ തിരികെ കൊണ്ടുവന്നാൽ മതി. And bring the king back. അതാണ് മാനസാന്തരം. That is what called വീണ്ടും repentance. ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. And again get അവനെ Christ's ജീവിതത്തിലേക്ക് salvation. പ്രവേശിപ്പിക്കണം. Bring the Christ into your life ഇതാ ഞാൻ again. വാതിൽക്കൽ മുട്ടുന്നു, I am knocking at the door. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ If anybody open the door by hearing my voice, തുറന്നു കൊടുത്താൽ അവൻ വരും. if you open, he will come. അതുകൊണ്ടാണ് രാജാവിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ That's why in the matter of bringing the നിങ്ങൾ king ഇങ്ങനെ back, അമാന്തി ചിന്തിട്ട് കാര്യമില്ല. why you are പോയി hesitating? രാജാവിനെ കൂട്ടിക്കൊണ്ടുവാ. Bring the king back. യേശുവിനെ വിളി. Bring the Jesus. യേശുവേ, Oh Jesus, കരുണ തോന്നണമേ, mercy upon me. നിങ്ങളുടെ പാപങ്ങൾ മന്നിക്കണമേ, Forgive our എന്റെ sins. സ്വയത്തെ തകർക്കണമേ. Oh, break our ego. അതാണ് പർവ്വതം. That is mountain. ഈ ആലയം പണിയുന്ന തടസ്സമായി നിൽക്കുന്ന പർവ്വതം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ്, നാം എന്ന് പറയുന്ന ആ അഹങ്കാരം നികളം. The pride or ego is the hindrance building the temple. അത് വീണ്ടും വളർത്തരുത് കേട്ടോ. We should not grow this ഇനി ഒരു again. ചാൻസ് ഇല്ല. There is no other opportunity. ഇനി പലർക്കും ഒരു ചാൻസ് ഇല്ല. അവസാനം ഒരു ചാൻസ് കൂടെ This തന്നിരിക്കുക. is a lot of opportunity for you. ഇത് കളഞ്ഞാൽ പിന്നെ തീർന്നു. If you lose this, there is no more രക്ഷപ്പെട്ടു opportunity. പൊക്കോളും. You have to escape വീണ്ടും by പഴയ this. നമ്പർ എടുക്കാൻ പോരുത്. Should not show tricks. കൂടെ ചങ്ങാതിമാർ കൂടി ചില ബുദ്ധിപദേശം തരുമ്പോഴേ Some friends say you പഴയ something, ഇളക്കപ്പെരുപ്പം വരരുത്, and the other old things പഴയ പണിക്കൊന്നും പോയേക്കരുത്. would not go back to the other പിന്നെ things. തീരും. You will finish. നിരാശരായി മരിക്കേണ്ടി വരും. And you will end up എന്നാൽ dying. ഇതോടുകൂടി പിക്കപ്പ് ആയിക്കോണം. You should pick up in this time. താൽക്കാലിക ലാഭങ്ങൾ വേണ്ടെന്ന് വെച്ചേക്കണം. No temporal പണ്ടത്തെ ജാരന്മാരെ തപ്പി പോരുത്. We should go with the other saviors, ലാഭങ്ങളുടെ പുറകെ പോരുത്. not with other prophets. പകരം എന്ത് ചെയ്യണം? What you have to do? കൃപാ കൃപാ കൃപാ. Shout grace, grace, താഴ്ത്തിക്കോണം, grace. താഴ്ത്തിക്കോണം. But humble yourself. അതാണ് കൃപാകൃപ എന്ന ആർപ്പോടെ By shouting grace and അവൻ grace, ആണിക്കല്ലെ കൊണ്ടൊരു he will bring the headstone. 2 സക്കറിയ 4 സെരുബാബിനുള്ള മഹാപർവ്വതമേ നീ ആർ. Who are you, the great mountain in front of Zerubbabel? വായിച്ചേ. നീ സമഭൂമിയായി തീരും. You will become plain. പിന്നെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കടാ. who art thou, O great mountain, before Zerubbabel, thou shalt become a plain. നോക്കണം. Thou shalt become plain. നീ സമഭൂമിയാകും. You shall become plain. എന്തായി ഈ സമഭൂമിയാണ്ടത്? What is plain? ഈ തലയ്ക്കകത്ത് കയറിയിരിക്കുന്നതായ സ്വയം. The ego inside the brain. അതാണ് 2 കൊരിന്ത്യർ 10:4 വായിക്കുമ്പോൾ In 2 Corinthians 10:4, സങ്കല്പങ്ങളും വിചാരങ്ങളും, all the imaginations and thoughts, നോക്കണം, കോട്ടകൾ ഇടിപ്പാൻ ദൈവത്തിനുള്ള ശക്തി, the power to break the strongholds, നിങ്ങൾക്കുണ്ടാകുന്ന സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും every imagination and thoughts, ഇടിച്ചുകളയും.
to break it അതാണ് മിന്നൽ പിണറുകൾ, with the clouds. അതാണ് പിന്മാരിയൻ കാലത്തിൽ യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പിൻ. That's why you call for the latter rain. യഹോവ തലോടി പോകല്ല, God will not just hug you. അടിച്ച് മിന്നൽ വെച്ച് തകർത്ത് കളയും. With the clouds, He will break everything. With the clouds, പൊട്ടിച്ച് കളയും, പൊട്ടിച്ച് കളയും, He will break everything. അകത്ത് മനസ്സിനെ കിളക്കി കളയും. He will make the mind. ആകാശത്തെയും കടലിനെയും കരയിളക്കും. And the heaven and earth will be moved. ഇളകാത്തത് ഒരു രാജ്യം സ്ഥാപിക്കാൻ He will make an unstable. വേണ്ടാത്തതിനെല്ലാം ഇളക്കി ദൂരെ കളയും. All the shaken things will be removed. എന്നിട്ട് ഇളകാത്ത രാജ്യം ക്രിസ്തുവിന്റെ രാജ്യം He സ്ഥാപിക്കണം. will establish an unshakable ഇതൊക്കെ kingdom. മനസ്സിലായാൽ രക്ഷപ്പെട്ടു. And you will be saved. വീണ്ടും എന്ത് ചെയ്യണം? Again, സ്വയത്തെ താഴ്ത്തി കൊടുക്കണം. you have to humble your ego. അബ്സലോം മരിക്കട്ടെ, Let Absalom ദാവീദ് die. വീണ്ടും ജീവിക്കട്ടെ, Let David live. ഞാനെന്നുള്ള അനുഭവം കുറയട്ടെ, That ego come ഞാനോ down. കുറയണോ അവനോ വളരണം. I become down. He should ക്രിസ്തുവിനെ നിങ്ങൾ increase. ഉയർത്തണം. You have to exalt the Christ. എങ്ങനെ ഉയർത്തണം? How to exalt Him? എല്ലാ വിഷയത്തിലും ഞാനല്ല, In all things, not me. I, but Christ. Not by me, by Christ. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. Christ is living in me. നിന്നോട് ക്രൂശിക്കപ്പെട്ടവനായി ഞാൻ നിനക്കായി ജീവിക്കുന്നു. നിന്നോട് ക്രൂശിക്കപ്പെട്ടവനായി ഞാൻ നിനക്കായി ജീവിക്കുന്നു. ദൈവപുത്ര നിൻ വിശ്വാസത്താൽ ഞാൻ ജയിക്കുന്നു ലോകത്തെ അനുദിനവും. ഞാനല്ല ഇനി ജീവിക്കുന്നതു ഞാനല്ല ഇനി ഞാനല്ല യേശുവത്രേ എന്നിൽ. ഗലാത്യർ പൗലോസ് പറയുന്നു, Galatians, Paul says, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു. I am crucified with Christ. 6-ാം അധ്യായത്തിൽ In 6th chapter, പിന്നെ ആരാ ജീവിക്കുന്നത്? who is living now? ക്രിസ്തു എന്നിൽ ജീവിക്കും. Christ is living in me. ഇതാണ് ലാസ്റ്റ്. This is the last stage. നമ്മൾ സ്വയം മരിച്ചുകൊണ്ടേയിരിക്കും. Our ego and ourselves should die. പെട്ടെന്ന് പഴയത് കയറി വരും. The old things will come. ഞാൻ ആരാന്നറിയോ? Do you know who am I? നിന്നോട് സംസാരിക്കുന്നു. Are you speaking to us? ഞാൻ ആരാന്ന് നിനക്കറിയോ? Do you know who am I? പുറമേ പറഞ്ഞില്ലേലും Even though we are showing it outside, ഉയർന്നു വരുന്ന സങ്കല്പങ്ങൾ. but the imagination is coming from your mind. 2:4 2 Corinthians 10:4. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ Our armor ജഡികങ്ങളല്ല. is not carnal. ജഡത്തിലുള്ളവരത് ജഡത്തിലെടുക്കും. The people ജഡത്തിലിരിക്കുന്നവർ ജഡത്തിലെടുക്കും. will take it in carnally. ഞങ്ങൾ ചെയ്യുന്നത് പോരിന്റെ ആയുധങ്ങൾ ജഡത്തിലല്ല. But our armor is not carnal. തകർക്കണം. It has to be broken. രണ്ടാച്ചെല്ലാം തകർക്കണം. Everything must be pulled down. വീണ്ടും ക്രിസ്തുവിനോട് കൂടി പിടിച്ചടക്കണം. We have to come under Christ. 2 Corinthians For the weapons of our warfare are not carnal, but mighty through God to pulling down of strongholds. പുള്ളിംഗ് ഡൗൺ. അപ്പൊ ഈ മലയെ ഇടിക്കണം. You have to pull down. വിലക്കാർക്കും വിശ്വാസികൾക്കും എഴുന്നേറ്റിരിക്കുന്ന മലയുണ്ടല്ലോ ഞാനെന്നുള്ള അഹംഭാവം. The ego in front of the believers and workers. We are carrying this church. ഞങ്ങളുടെ കുടുംബമില്ലെങ്കിൽ സഭയില്ല. Without this family, there is no church. ഞങ്ങളെപ്പോലുള്ള വേലക്കാരില്ലെങ്കിൽ ഒന്നുമില്ല. Because of us, this church is ഈ standing. അഹങ്കാരവും നിങ്ങളമാണ് തകരേണ്ടത്. This pride has to be broken. അത് ആരായിരുന്നാലും ശരി. Whoever it is. ഇല്ലെങ്കിൽ ക്രിസ്തു നിന്നെ മഹിമപ്പെടുകയില്ല. Otherwise, Christ will not be glorified. ഇടിച്ചു കളയണം. Pull it down. എങ്ങനെ അടിക്കുന്നത്? How? ജഡിക ശക്തി കൊണ്ടല്ല. Not with the carnal powers. Continuous. For the weapons of warfare are not carnal, but mighty through God to the pulling down of strongholds, casting down imaginations. ചുമ്മാ ഉണ്ടാകുന്ന സങ്കല്പങ്ങളാണ് അതാ. Imagination. ഓരോ സങ്കല്പങ്ങൾ പിശാച് തരും. അതാണ് ആദാവായി കൊടുത്തത്. That's what had happened to Adam and Eve. അവിടെ ലിറ്ററലി പിശാച് ഒന്നും എനിക്കറിയത്തില്ല. I don't know whether literally Satan came there. പാമ്പ് ഒന്നാ പറയുന്നത്. Serpent came there. That's what it says. അവരുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പങ്ങൾ. Maybe it could be imagination in their mind. അവർക്ക് കാണാൻ കഴിയും. Maybe they can see. മറ്റുള്ളവർ കാണാൻ കഴിയാതെ വരും. Other people cannot see. ചിലപ്പോൾ ആത്മീയ മനുഷ്യരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. I have seen many spiritual people. കണ്ടിട്ടില്ല. I never seen their praying. അങ്ങനെയൊക്കെ ഉണ്ടാകാം. It may happen. ഗോസ്റ്റുകളെ കാണാൻ ശക്തി കൃപയുള്ളവരുണ്ട്. There are people who has got the grace to see the ghosts. അപ്പോൾ എന്ത് ചെയ്യണം? Some people. നമുക്കുണ്ടാകുന്ന ഇമാജിനേഷൻ. The imaginations. ഒരാൾ വരുമ്പോഴേ ഇവരിങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കുമോ? You will have the imagination before coming. ഇല്ല ട്രാൻസ്ഫർ ആയവരും അവിടുന്ന് കേട്ട് ഇവിടെ കേട്ടുകൊണ്ടൊന്ന് ആ മനസ്സിലുണ്ടാകുന്ന വികല്പങ്ങളിൽ ഇവർ പോയി പെട്ടുപോവുക. And they will be entangled with this. ഇടിച്ചു തകരട്ടെ. ദൈവമില്ലാത്ത എന്റെ മനസ്സിൽ നിന്ന് എടുത്ത് ദൂരെ കളയട്ടെ. Everything not the will of God should be taken away from your mind. എഴുന്നേൽപ്പിക്കും. ഈ ഉപദേശവും പ്രസംഗം പറയുമ്പോൾ നമ്മൾ സ്വയത്തെ എഴുന്നേൽപ്പിക്കും. Our ego will come up when we hear this doctrine. എഴുന്നേൽപ്പിച്ചിട്ട് ഇടിച്ചു പുറത്തു കളയും. Then it will be broken and pulled down. ചില പെരിച്ചാഴികളെ പോഹിക്കുന്ന പോലെ like we smoke the reeds. സ്വയത്തെ നികളത്തെ, our pride, പാരമ്പര്യത്തെ, പഴക്കത്തെ, tradition, custom, ഇതെല്ലാം പൊക്കുന്നതിന് വേണ്ടിയാണ് ഈ ശുശ്രൂഷ. That's why we are doing this ministry. ആര്യോ പാടാൻ വേണ്ടിയല്ല. Not to അത് കത്തോലിക്ക സമുദായങ്ങൾ മറ്റു പള്ളികളിലാണ് ഈ നടത്തുന്നത്.
It happens in the nominal പെന്തിക്കോസ്റ്റൽ churches. സഭകളിലെ ഇത് സഭായോഗം The Sunday service of the കോട്ടകളെ Pentecostal church, ഇടിപ്പാൻ ദൈവശക്തിയുള്ളതാണ്. it is making a power of God. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും By these, the imaginations, ക്രിസ്തുവിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും every thoughts which comes against the Christ ഇടിച്ചുകൾ of God. വായിച്ച കണ്ടിന്യൂസ് അതിന്റെ പുറത്ത് വായിച്ചേ. Casting down imaginations and every high thing ആ that exalteth itself എക്സോൾട്ടഡ് ഉയർത്തപ്പെടുന്നത് പിന്നെ against the knowledge of the God, ദൈവത്തിന് വിരോധമായി പൊങ്ങുന്ന അറിവുകൾ ജ്ഞാനങ്ങൾ Against the knowledge of the God. and bringing into captivity അതിനുശേഷം After that, ഈ വ്യത്യസ്തമായ മനുഷ്യരെ all these various people, ജാതി സ്പിരിറ്റും തമിഴ് സ്പിരിറ്റും മലയാള സ്പിരിറ്റും കുന്തം കുടച്ചക്കര സകലവും കൂടെ കയറിയിരിക്കുന്നവന്മാരുണ്ടല്ലോ. the spirit of language and caste, കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാം ഇതിനകത്തുണ്ട്. all these communist and ഇതിനൊക്കെ Congress people are ഞായറാഴ്ച there. സഭായോഗത്തിൽ കൈകൊട്ടിയാൽ എങ്ങനെ ആത്മീയരായി തീരാൻ? Even though we are clapping in the അപ്പൊ Sunday അതിനേറ്റ് service, ഉപദേശം കൊണ്ട് കൊടുത്തിട്ട് when the doctrine comes to ഒന്നുകിൽ them, ഇവനൊക്കെ റെഡിയാകണം, then they will get ready. ഇല്ലെങ്കിൽ ലോകത്തിലേക്ക് പോകുന്ന Otherwise, they will go back to the അതിനാണ് world. സഭായോഗം. മനസ്സിലായോ? That's why there is അല്ല Sunday മക്കളെ service. കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് നന്മ ഉണ്ടാകട്ടെ, ഐശ്വര്യം വരട്ടെ എന്ന് പറഞ്ഞ മാർഗ്ഗമല്ല ഇത്. Not to give you prosperity or pamper you. അങ്ങനെ ഉപദേശം പറയുന്ന മാർഗ്ഗമല്ല. There is no doctrine like നിങ്ങളുടെ this. മനസ്സിനെ ക്രിസ്തുവിലേക്ക് ഒന്നാക്കിയെടുക്കണം. Bring your minds together in Christ. അപ്പൊ എന്ത് ചെയ്യും? Then what will happen? ഉള്ളവർ ഓരോ ഗ്രൂപ്പായിട്ട് എഴുന്നേക്കും. And these people will come up with various നമ്മൾ groups. കണ്ടതല്ലേ? As we see. In കണ്ടോണ്ടിരുന്നല്ലേ? the last days we have seen. വേലക്കാർ ഒരു പക്ഷം എഴുന്നേക്കും, വിശ്വാസം എഴുന്നേക്കും. Workers will come എവിടെ up and പരിശുദ്ധാത്മാവ് വിടുവോ? the Spirit of God will ഇടിച്ച് lead. നിരപ്പാക്കിയിട്ട് പോകത്തുള്ളൂ. It will pull them down. ശരിയാക്കി എടുക്കും. They will make them right. ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ അതിന്റെ മുമ്പിൽ ആർക്കും പിടിച്ചിരിക്കാൻ If the ഒക്കത്തില്ല. Spirit of God, nobody can stand against കുറെ it. പേരെ കിട്ടും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരും. And they will bring to the wisdom of the God. ബാക്കിയുള്ളവന്മാരെല്ലാം All other peoples, കോട്ടുവായിട്ടുകൊണ്ട് പോകേണ്ടി വരും. otherwise they will go back. ചിലത് ചൗക്കോട്ടെ പോയി കിടക്കേണ്ടി വരും. Some peoples will ഇതാണ് sleep എല്ലാവരും in the നടക്കുന്നത്. graveyard. It will happen. ഇതാണ് ശരിയായ മിനിസ്ട്രി എന്ന് പറയുന്നത്. This is the right ministry. അപ്പോൾ എന്ത് ചെയ്യും? Then what വിഷയം happens? മനസ്സിലായവര് Then they understand the സ്വയം things. താഴ്ത്തും. They will humble themselves. ഞാനല്ല കർത്താവേ, It's not me, O Lord, യേശുവത്രൻ, only Jesus. And Jesus started coming in. മൂലക്കല്ലായി കിടക്കുന്ന ക്രിസ്തു The Christ who is a ഞാൻ cornerstone, താഴുമ്പോൾ when I become humble down, Jesus become growing. ഒരിക്കലൊരു ഭാര്യയും ഭർത്താവും കൂടെ വലിയ ഈഗോ ക്ലാഷ് ഉള്ള രണ്ടുപേരും കൂടെ There was an ego clash between the husband and wife. ഒരു പാർക്കിൽ എത്തി പോയിരിക്കുക. They went to a park. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്ന ഒരു സിപ്ര കണ്ടു. There is a seesaw there. അപ്പൊ ഇവര് അതേ കയറി ഇരിക്കുക. They started sitting on that. ഭാര്യ അതേലും ഭർത്താവ് ഇതേലും. One side wife, one side husband. ഇവിടെ ഭർത്താവ് ഇവിടെ ഭാര്യ. One side husband, one side wife. ഇവരിങ്ങനെ തന്നെ ഇരിക്കുക. They are sitting there. അനങ്ങുന്നില്ല. It's not moving. അവിടുത്തെ ഗാർഡൻ വാച്ച്മാൻ എന്ന് പറഞ്ഞു ഇങ്ങനെ ഇരുന്നാലൊന്നും അത് ആടത്തില്ല. Watchman told ആരെങ്കിലും ഒരാൾ താഴെ, one person has to go down. ഒരാൾ താഴുമ്പോഴേ ഒരാൾ പൊങ്ങത്തുള്ളൂ. One person go down, other person will അപ്പൊ go up. അടുത്ത ആൾ താഴണം. Then another person will come ഇതാണ് ഈ down. മാർഗം. This is this faith. അല്ല നീ കയറി ഇരുന്നോട്ട് ഇങ്ങോട്ട് ഞാൻ വലിയവനാകണം, I am a എനിക്ക് great ഒന്നാം സ്ഥാനം person. കിട്ടുമെന്ന് I need പറഞ്ഞു. the first place. ഞാനല്ല കർത്താവാണ്. It is not me, God. കർത്താവിനെ ഉയർത്തുമ്പോൾ When you exalt God, നീ ഉയരും. then you will get exalted. അങ്ങനെ നാം ക്രിസ്തുവിനെ പൊക്കിക്കൊണ്ട് വരുന്നതാണ്. കൃപാകൃപ എന്ന ആർപ്പോട് By shouting grace and grace, മൂലക്കല്ലായ ക്രിസ്തുവിനെ നമ്മൾ തന്നെ കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ വായിൽ എപ്പോഴും ക്രിസ്തുവായിരിക്കും. the Christ who is the cornerstone has to be taken to a ക്രിസ്തുവാണ് നമ്മുടെ headstone. എല്ലാറ്റിനും തുക. The Christ is the complete of all. മനസ്സിലായോ? ഇതാണ് പുതിയ നിയമസഭയുടെ രഹസ്യം. This is the mystery of the New അല്ലാതെ Testament ഉണർത്താൻ church. ആരും വരത്ത്. നമ്മൾ തന്നെ ആ ബോധം വന്നിട്ട് We have to get the understanding. എല്ലായിടത്തും ഞാനല്ല ക്രിസ്തുവാണെന്ന് പറയണം. Not me, only Christ. ആ ക്രിസ്തുവിനെ ഉയർത്തും തോറും When we exalt the നീ Christ, താഴെ പോയാലും even though you go down, ആൾക്കാർ ആ ക്രിസ്തുവിനെ നിന്നിൽ കാണും. the people will see the Christ in you. അപ്പൊ ആ മഹത്വവും മാനം നിനക്കും കിട്ടും. And you will get that glory ഈ and honor. വെളിപ്പാടുള്ളവരാണ് അവസാനം ഉയർന്നു വരുന്നത്. If you get the revelation, you will come up. ആരും ഉണർത്താൻ വരുന്നില്ല. ഇനി Nobody will come from heaven to revive നിനക്ക് ആ you. പരിജ്ഞാനം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഉപദേശം The പഠിപ്പിക്കുന്നത്. doctrine is taught to you to get that അപ്പൊ നീ എന്ത് revelation. ചെയ്യും? So what you will do? നിന്നെ തന്നെ താഴ്ത്തും. You will humble ഇത്രയും yourself. നാളും പൊക്കി പറഞ്ഞെല്ലാം മാറിയിട്ട് താഴ്ത്തും. All these days you are exalted, everything will come കർത്താവാണ് down. എനിക്ക് സകലത്തിനും. The Christ is everything. യേശുവാണ് എനിക്ക് ക്രൈസ്റ്റ് ഓൾ ഇൻ ഓൾ. Christ is all in all. കൊലോസ്യയിലെ ക്രൈസ്റ്റ് ഓൾ ഇൻ എല്ലാറ്റിനും ക്രിസ്തു. Christ is all in all. It's അതാണ് in Colossians. ആലയം. This is third stage. ആ ആലയത്തിൽ In this temple, കാണുന്ന വിളക്ക് സക്കറിയ 4-ാം അധ്യായത്തിൽ there is a candlestick in Zechariah മുഴുവനും 4. പൊന്നുകൊണ്ടുള്ള വിളക്ക്. It's a pure gold. അതാണ് 2 തെസ്സലോനിക്കർ വായിക്കുമ്പോൾ As we read earlier, വിശ്വാസത്തിന്റെ പൂർത്തി, is the completion of the faith, സൽഗുണത്തിന്റെ പൂർത്തി, the fullness of the good എല്ലാറ്റിനും works. നിറവിലേക്ക് വരികയാണ്. So it comes to a ആ fullness. 7 വിളക്കം നിറഞ്ഞു നിൽക്കുകയാണ്. The whole 7 lamps has been പണ്ട് completely filled. പുരോഹിതന്മാര്
സുവിശേഷ അപ്പോസ്തലന്മാരെ കൊണ്ട് എണ്ണ ഒഴിച്ചാൽ Earlier, the priest used to pour the oil, ഞായറാഴ്ച കൊടുക്കുന്ന എണ്ണ അടുത്ത ഞായറാഴ്ച മുമ്പ് തീർന്നു പോകും. and the Sunday given oil will be finished with the next Sunday. പിന്നെ ഞായറാഴ്ച കൊണ്ടൊന്ന് പുതുക്കിയെടുക്കാൻ. And again, we need another Sunday to പണ്ട് get it ബുധനാഴ്ച revived. ശനിയാഴ്ച വരുമായിരുന്നു. Other people used to come Wednesday and Saturday also ഇങ്ങനെ പുതുപ്പിക്കാൻ. to revive it. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. Now there is no need of ഈ it. സ്റ്റേജിൽ വന്നു കഴിയുമ്പോൾ When we come to this stage, വരുന്നത് നല്ലതാണ്. if you are coming, it's good. വന്നില്ലെങ്കിലും Even though you are not coming, നിങ്ങൾക്ക് ആരുടെ ആവശ്യമില്ല. you don't need anyone's ഈ support. ഒരു മരം From this ആരാണ് ഈ ഒരു olive മരം? trees, who are these olive രണ്ട് trees? അഭിഷിക്തന്മാർ. Two anointed persons. സക്കറിയ 4-ാം അധ്യായത്തിന് 3-ാം വാക്യവും 14-ാം വാക്യം വായിക്കുമ്പോൾ Zechariah 4:3 and ഈ 13. ഒരു മരം ആരാണ്? Who are these olive trees? ക്രിസ്തുവും പരിശുദ്ധാത്മാവും, Christ and the Holy Spirit. വചനവും ആത്മാവും. Word and the Spirit. ഈ വചനവും ആത്മാവും നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞു. When we get this word and Spirit, നമ്മുടെ അകത്തായി, it's already inside of us. പുറത്തുമുണ്ട്. It's external ഈ also. അകത്തുള്ള വചനങ്ങൾ തന്നെ നമ്മൾ ഉണർത്തിക്കൊണ്ടിരിക്കും. The word inside of us will quicken us. നമ്മുടെ അഭിഷേകം തന്നെ നമ്മളെ നടത്തും. Our spirit will lead us. ഈ വചനം When we get നമ്മുടെ this word, കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശം. it is a lamp to our feet. വചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയങ്ങൾ വസിക്കുന്നു. It will live in us richly. നമ്മൾ ചില വാക്യങ്ങൾ പറഞ്ഞു തരാം. We can say some, I'll teach you some നമുക്കറിയാം, verses. എഫേസ്യ ലേഖനം 1:17 വായിക്കുമ്പോൾ Ephesians 1:17. ഇത് നമ്മുടെ അകത്തുള്ളതുണ്ട്. It's ഹൃദയ because ദൃഷ്ടികൾ പ്രകാശിക്കും. our eyes of understanding will enlighten. എത്ര ദൃഷ്ടികളാ? How many eyes? 7 കണ്ണുകൾ. 7 eyes. സക്കറിയ 3:9 വായിക്കുമ്പോൾ Zechariah 3:9. അവിടെ എന്താ വായിക്കുന്നത്? What we read there. സെരുബാബിന് മുമ്പുള്ള കല്ലിൽ In the stone ഒരേ before Zerubbabel, കല്ലിന്മേൽ 7 കണ്ണെന്നാണ്. in a single stone there are 7 eyes. വായിച്ച് 3:9. സക്കറിയ 3:9. For behold, the stone that I have laid before Joshua, upon one stone shall be 7 eyes. ഒരേ കല്ലിൽ 7 കണ്ണ്. In one stone there are 7 7 eyes. കണ്ണെന്ന് പറഞ്ഞാൽ 7 ആത്മാവാണ്. 7 eyes means 7 spirits. അവിടെ വായിക്കുമ്പോൾ വെളിപ്പാട് ദിവസം 4:5 Revelations 4:5. 7 ആത്മാവ്, 5:6 7 ദീപങ്ങൾ. 7 spirits, 7 eyes. ഇത് സഭാപ്രസംഗം 2:14 വായിക്കുമ്പോൾ In എക്ലേസിയ, Ecclesiastes, ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്. for a wise person നോക്കണം, there is eye in the ഈ head. 2 കണ്ണു കൂടാതെ Instead of these 2 നാം eyes, ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിച്ചു കഴിയുമ്പോൾ when we get the wisdom of the നമ്മുടെ God, തലയിൽ കണ്ണുണ്ട്. there is an eye in our head. റബ്ബർ വെട്ടുകാർ രാത്രിയിൽ ഈ നെറ്റിക്ക് ടോർച്ച് വെച്ചോണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? The rubber tappers used to bring a torch in the head. ഈ കണ്ണു കൂടാതെ വേറെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. There will be another light upon their head. ഇതുപോലെ അകത്തൊരു കണ്ണ് പ്രകാശിക്കും. There will be another eye inside of us. അകക്കണ്ണ്, മനക്കണ്ണ്. That is the eyes of understanding. നോക്കണം, എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരെ This disciple went to Emmaus. ഈ വചനം ചെന്ന് തൊട്ടപ്പോൾ When this word touched അവർ them, ഉൾക്കണ്ണ് കത്തി പ്രകാശിക്കാൻ their തുടങ്ങി. inner eyes started brighten. പിന്മാറ്റത്തിൽ പോയവർ തിരിച്ച് മടങ്ങി യെരുശലേമിലേക്ക് The വന്നു. people who backslid and came to the Jerusalem. ഇതുപോലെ ഈ കാലങ്ങളിൽ നമ്മുടെ സമയം വേസ്റ്റ് ആക്കാതെ Likewise, in the time we are not wasting the വചനവും time, പഠിച്ച് ഉപദേശവും പഠിച്ച് പരിശുദ്ധാത്മാവിനെ നടത്തി പോകുന്നവർ you have to learn the word and ഈ doctrine. കാലഘട്ടം വരുമ്പോൾ In this time, അവരുടെ അകത്തുനിന്ന് തന്നെ പ്രകാശമുണ്ടാകും. there is a brightness comes from അതാണ് inside. 7 കണ്ണുകൾ. That is 7 eyes. ആ കണ്ണുകൾ പ്രകാശിക്കും. That eyes will be enlightened. 19 സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ In 19 Psalms 8, കണ്ണുകളെ പ്രകാശി, ദൈവത്തിന്റെ വചനം നമ്മുടെ കണ്ണുകളെ പ്രകാശി. വായിച്ച് 19:8. Psalms 19:8. 19:8. The statutes of the Lord are right, rejoicing the heart. The commandment of Lord is pure. കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്, Commandment of the Lord is pure, enlightening the eyes. enlightening the eyes. അപ്പൊ നമ്മൾ പ്രാപിച്ച വചനം തന്നെ നമ്മൾ നടത്തിക്കൂടും. the word will lead us. മനസ്സിലാകുന്നു? അതിന് പ്രത്യേകിച്ച് ഇനി മാസികവും സഭാഹവും ഒന്നും വേണ്ട ആവശ്യമില്ല. No need of monthly meetings and Sunday services. അതിന് പ്രത്യേകിച്ച് നടത്തിപ്പാരുടെ ആവശ്യമില്ല. No need of any ഈ workers. സ്റ്റേജിൽ വന്നെത്തി When കഴിഞ്ഞാൽ you come to this stage, അകത്ത് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞു. everything is already അത് inside. തന്നെ പ്രകാശിപ്പിക്കാൻ It തുടങ്ങി. will enlighten us. രണ്ടാമത്, Secondly, അവനാൽ പ്രാപിച്ച അഭിഷേകം. the anointing we receive from himself. യോഹന്നാന്റെ ലേഖനം John's രണ്ടാം epistle, അധ്യായത്തിന്റെ second, എത്ര 24? അതെ, 1 യോഹന്നാൻ 2:26 വായിച്ച്. 1 John 2:26. അവനാൽ പ്രാപിച്ച അഭിഷേകം സകലവും നിങ്ങളെ ഉപദേശിച്ചു തരും. The anointing which you received by himself will teach you everything. വായിക്കാം. 1 യോഹന്നാൻ 2:26, 27 വായിക്കാം. വായിച്ചു എടുത്ത്. അവനാൽ പ്രാപിച്ച അഭിഷേകം, The anointing you received from him, വചനം നിങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കും. the word will enlighten our eyes. കൽപ്പനകള് The commandments. കമാൻഡ്മെന്റ്സ് നിങ്ങൾ പ്രാപിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ടു പോകുന്ന കമാൻഡ്മെന്റ്സ് ആണ് പിന്നെ നിങ്ങൾ നടത്തുന്നത്. The commandments will lead you.
നിങ്ങളെ നടത്തുന്ന നടത്തിപ്പുകാരെന്ന് പറയുന്നത് നിങ്ങളുടെ അകത്തുള്ള വചനം തന്നെ നിങ്ങളെ നടത്തും. Your leaders means your words which is abiding in you. നിങ്ങളിൽ അഭിഷേകം നടത്തും. Your anointing will lead you. അഭിഷേകമല്ല ഒരു കസേര കയറിയോണ്ട് പാസ്സാന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആകെ വർഷത്തിലായി പോകും. If you don't have the anointing and sitting in the throne and everything will പോസ്റ്റ് be ഉണ്ടെന്ന് in പറഞ്ഞാൽ ആ പോസ്റ്റ് മറ്റുള്ളൊരു ദോഷമായി തീരും. If you have the post, that post will be a threat to പോസ്റ്റിനൊന്നും ഒരു others. സ്ഥാനവും ഇല്ല. There is no meaning for post. അവനാൽ പ്രാപിച്ച അഭിഷേകം, That anointing you received അവന്റെ by വചനം, him, his word, ഇതാണ് രണ്ട് ഒലിവുമരം. these are the 2 olive trees. അത് നിങ്ങളെ നടത്തും. That will lead you. നോക്കി വായിച്ച്, ഇംഗ്ലീഷ് വായിച്ച് 2:20. But the anointing which ye have received of him abideth in you, and ye need not take any man teach you, but as the same anointing teacheth you all. Same anointing teacheth you. Same anointing leadeth you. The same anointing lead Same you. anointing feedeth you. That feedeth you. നിങ്ങളെ നടത്തുന്ന അവസ്ഥ It will ഇതാണ് lead you. നിത്യതയുടെ ഒരു അനുഭവം. This is the അല്ലെങ്കിൽ experience of the ദൈവം നമ്മളെ eternity. നടത്താനൊന്നും വരത്തില്ല. The God will not come to lead us. നമ്മളെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. God already filled us. ഫില്ല് ചെയ്തവരാൾ നടന്നോളും. The people who are filled അതാണ് will walk. സൈന്യത്താലും വല്ല ശക്തിയാലും വല്ല എൻ്റെ Not ആത്മാവിനാണ്. by might, not by power, but by ഹഗായി spirit. 2:5 വായിക്കുമ്പോൾ Haggai 2:5. ആ അഭിഷേകം അല്ലെങ്കിൽ ആ ആത്മാവ് നിങ്ങളുടെ ഇടയിലുണ്ട്. That the anointing is already there in us. ആ വചനം നിങ്ങളുടെ ഇടയിലുണ്ട്. The word is already in അവിടെ us. സെൻട്രൽ പാസ്റ്റർ ഈ പാസ്റ്റർ സപ്പോർട്ട് ചെയ്തിട്ട് There is കാര്യമൊന്നും no support of the pastors. തൽക്കാലം നിന്ന് പിടിക്കാം. We can just stand for. പക്ഷെ ഇത് ബുദ്ധിയുള്ളവരെയാണ്. But the people with the അതാണ് wise. മറിയ നല്ല അംശം കിട്ടും. That's why Mary taken the good കൺമണി part. നടത്താനും ഇറച്ചി കൊടുത്താനും പിന്നെ ആൾക്കാരെ തെറ്റിക്കാനും കവർ വാങ്ങിക്കാനും ഒക്കെ പോയി അങ്ങനെയൊക്കെ ശീലിച്ചവർക്ക് Some people do the other works. ഇത് അകത്തില്ലെങ്കിൽ If the word is not inside, വിഷയം വരുമ്പോൾ മാർത്തയെ പോലെ കിടന്ന് ട്രംപിൾ ചെയ്യും, വിറയ്ക്കും. when the problem comes, they will tremble അതാണ് like യേശു പറഞ്ഞത്, Martha. നല്ല അംശം തെരഞ്ഞെടുത്തു. Mary has taken the good part. അതാണ് വചനം തെരഞ്ഞെടുത്തവര്, She has chosen the വചനത്തെ word. സ്നേഹിച്ചവര്. The love the word. മറ്റുള്ളവർ കാല് പിടിച്ച് മേനി കാണിച്ചും ഒക്കെ ജീവിച്ച് പരിചയിച്ചാൽ Not by buttering others. പരീക്ഷാ സമയത്ത് നിന്നെ സഹായിക്കാൻ In ആരുമില്ലാതെ the time of trial, nobody will help ഈ you. വചനങ്ങൾ കേട്ട് പഠിക്കുന്നവൻ If you are learned with this words, പാറമേൽ അടിസ്ഥാനം ഇട്ട് പണിയുന്നവനായി you put foundation upon the rock. വായിച്ച് ഹഗായി 2:5 വായിച്ച്. Haggai 2:5. According to the word that I have covenanted with you when you come out of Egypt, so my spirit remaineth among you, fear ye not. നോക്കണം, എന്റെ ആത്മാവും വചനവും നിങ്ങളുടെ മധ്യേ വസിക്കുന്നതാണ്. My commandment is staying in ഇത് front of ആരോടാ? you. To ഹഗായിയുടെ whom? കാലത്ത് പറയുക. In the time of Haggai, it is BC saying 500 BC 500. ആ കാലത്ത് പറയുന്ന വചനമാണ്. It is a verse that പക്ഷേ time മിസ്രൈമിൽ നിന്ന് എപ്പോഴാ പുറപ്പെട്ട്? when the people came 1000 from വർഷത്തിന് മുമ്പേ. Egypt before 1000 years. അപ്പൊ അവർ ആ കാലത്തിലുള്ള നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട നാളിൽ The time നടത്തിയ ആത്മാവ് ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. the time you delivered from the sin, the same spirit is still നമ്മൾ with you. രക്ഷിക്കപ്പെട്ട സമയത്ത് ഈ വചനവും ആത്മാവല്ലായിരുന്നു. This spirit and word, when we got to ആ salvation, ആത്മാവ് ഇപ്പോഴും നിങ്ങളുടെ ഇടയിലുണ്ട്. the same spirit is still നിങ്ങൾ അത് with you. വിട്ടിട്ട് പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെയും You go with the Pentecostal group, പെന്തക്കോസ്ത് മേധാവിയുടെ പിന്നാലെ പോയാൽ you go with the leaders of the Pentecost, നിങ്ങൾ കുഴഞ്ഞു പോകും. you will be in trouble. അങ്ങനെയാണ് പലരും കുഴയുന്നത്. That's why some people get in trouble. അവരവരുടെ താല്പര്യത്തിന് വേണ്ടി നിങ്ങളെ പൊക്കി വയ്ക്കും. They will exalt you according to their mind. നിങ്ങളുടെ നാട്ടുകാരാന്ന് പറഞ്ഞ് പൊക്കി വയ്ക്കും. They will exalt you because you are the native ഇടവകാരാന്ന് place. പറഞ്ഞ് പൊക്കി വയ്ക്കും. You are the same place, they നിങ്ങൾ will ആ exalt തലത്തിൽ you. ജീവിക്കും. പരീക്ഷ വരുമ്പോൾ വചനമില്ല. There is a trial comes, there is no word in you. അതാണ് നിന്റെ വചനം എന്റെ കാലിന് ദീപം. 119 105 വായിക്കുമ്പോൾ 119, 105. നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. വായിക്കാം. 119 105 104. വയറ് പെട്ടെന്ന് വരും. Thy word, ഇംഗ്ലീഷ് വായിക്കും. thy word is a lamp unto my feet and a light unto my path. ലൈറ്റ് ആൻഡ് മൈ പാത്ത്. Light unto my path. അപ്പൊ ആരും പറയേണ്ട ആവശ്യമില്ല, ഈ വചനം തന്നെ നമ്മൾ നടത്തിക്കൊള്ളു. Nobody has to teach you. This word will teach, lead you. യെശയ്യാ പറയുന്ന പോലെ As Isaiah told, നടന്നു പോകുമ്പോൾ അത് പറയും റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഇപ്പൊ നമ്മൾ ഇതാണല്ലേ ഈ വേൾഡ് ഇതിൽ പറയുന്നത്, എന്തോ അതിന്റെ പേര്, ഗൂഗിൾ മാപ്പ് പറയുമല്ലോ. ഒരു മതാമ പറഞ്ഞില്ലയോ, മതാമാകുമ്പോൾ നമുക്കോട്ട് ഇരിക്കുക, റൈറ്റോട്ട് തിരിഞ്ഞോളാൻ പറയും. it will say to you, right or left. അപ്പൊ അങ്ങനെ പോവുക. Likewise we can go. ഗൂഗിൾ മാപ്പ് കണ്ടുപിടിച്ച് പോകുന്നില്ലേ? Like as you see in the Google ഇതുപോലെ map. പരിശുദ്ധാത്മാവ് നമ്മൾ പറയേ അത് വേണ്ട. Like the Holy Spirit will say, അങ്ങനെ നടത്തപ്പെടുന്ന ഒരു അഭയത്തിൽ നമ്മൾ we വരും. will be led by that. അതാണ് ഈ സിരുബാബിന്റെ ആലയത്തിലെ ഈ പറഞ്ഞ സക്കറിയ 4-ാം അധ്യായത്തിൽ ഒലിവും മരവും വിളക്കും. This is the olive tree and the candlestick in അവിടുന്നാണ് Zechariah. എണ്ണ പ്രാപിക്കുന്നത്. From where we are getting the oil. 104-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യം വായിച്ച് 104:15 104:15 of Psalms. വായിക്കാം. അവിടെ വായിക്കുമ്പോൾ And wine that maketh glad the heart of a man, and an oil to make his face to shine, and bread which strengthen man's heart. ഹാർട്ട്, മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പം. The bread which strengthens the heart of the man. അപ്പം വയറിനല്ലേ, ഇതല്ല. ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തി. The word of the God which strengthens the heart. അവന്റെ വായിന് അഭിഷേകം, His anointing of the നമ്മുടെ mouth. ഹൃദയത്തെ സന്തോഷിപ്പിക്കും. It will glad our heart. അവന്റെ ഗ്രേസ്, അവന്റെ കൃപ His grace, നമ്മുടെ മുഖത്തെ മിനിക്കൊണ്ടേയിരിക്കും. it will shine our face.
ഇതാണ് നിത്യതയിലേക്ക് പോകുന്ന മനുഷ്യന്റെ അനുഭവം. This is the experience of the people going to the ഇത് eternity. പ്രാപിച്ചെടുത്തോണം. You have to അവിടെ receive പോയി this. വായി നോക്കി ഇവിടെ പോയി വായി നോക്കി വചനം പഠിക്കാതെ We go there here without learning the നമ്മുടെ Bible. കഴിവോ പ്രാപ്തിയോ മേനിയോ വെളുപ്പോ കറുപ്പോ കൊണ്ടൊക്കെ കുറെ നാൾ ജീവിക്കാം. With our color and smartness we can live. പക്ഷേ ഇടിമിന്നൽ വരുമ്പോഴേ But when the trial comes പിടിച്ചിരിക്കാൻ ഒക്കത്തില്ല. and we cannot stand, അകത്ത് വചനമില്ല. there is no word in us. അതുകൊണ്ടാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. That's why we are teaching all these things. കുറച്ച് പേർക്ക് മതി അത്. Only few people will understand this. ബാക്കിയുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ മാമോദിസ മുങ്ങാനും കല്യാണം നടത്താനും ചത്ത കുഴിച്ചിടാനും വരുന്നവരുണ്ട്. Other people's coming for the marriage and funeral. പിന്നെ പെന്തിക്കോസിലായി പോയില്ലേ? They are just in the Pentecost. അതുകൊണ്ട് അതൊക്കെ പോകുന്ന വഴിക്ക് പൊക്കോട്ടെ. They can go as in the way they want. താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണിത്. It's only for the people they want. കേൾക്കാൻ വളരെ The ഉത്സാഹമുള്ളവർക്ക്. people who are zealous to hear this. അങ്ങനെ വചനവും പരിശുദ്ധാത്മാവും നമ്മെ നടത്തും. Like the word and spirit of the God will lead us. പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്ന അനുഭവം. The experience where we led by the Holy Spirit of the പ്രവൃത്തി God. വായിക്കുമ്പോൾ In Acts we read, അഭിഷേകം പ്രാപിച്ചവരെ പരിശുദ്ധാത്മാവ് നടത്തിക്കൊണ്ടേയിരുന്നു. the people who received the anointing is led by the anointing. അപ്പോസ്തല പ്രവൃത്തി 16:6-7 ഒന്ന് വായിച്ച്. Acts 16:6. അപ്പോസ്തല പ്രവൃത്തി 16:6-7. യോഹന്നാൻ 6:63 വീണ്ടും വായിച്ച്. Now when they had gone throughout Phrygia and the region of Galatia and were forbidden of the Holy Ghost to preach the word in Asia. പരിശുദ്ധാത്മാവ് ഉടനെ വിലക്കി. നോക്കണം, അപ്പോൾ അപ്പോസ്തലന്മാരെ പോലും അവരുടെ യാത്രാമധ്യേ പരിശുദ്ധ പോകണ്ടെന്ന് പറഞ്ഞു. Even the Holy Spirit is forbidden the apostles. തൊട്ട് പിന്നാലെ വേറെ സ്ഥലത്തേക്ക് പോയപ്പോൾ Another place they went, യേശുവിന്റെ ആത്മാവും വിലക്കി. വായിച്ചേ the Spirit of Christ. താഴേക്കളെ. After they came to Mysia, they essayed to go in Bithynia, but the Spirit suffered them not. സ്പിരിറ്റ് ഓഫ് ജീസസ്, യേശുവിന്റെ ആത്മാവ്, മലയാളത്തിൽ യേശുവിന്റെ ആത്മാവ്. The Spirit of Christ. അപ്പോൾ രണ്ടാത്മാവ് ഇന്ന് സഭയെ പ്രവർത്തിക്കുന്നു. There are two spirits working in the church now also. നോക്കണം, ഈ അനന്യ സഭയുടെ കളത്രം കാണിച്ചപ്പോൾ When Anania and Sapphira made the lie, അപ്പോസ്തല പ്രവൃത്തി 5:3 വായിക്കുമ്പോൾ Acts നിങ്ങൾ 5:3, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. you lied against the Holy Spirit. പരിശുദ്ധാത്മാവും യേശു ഇപ്പോഴും സഭയിലുണ്ട്. Both the Christ and the Holy Spirit is in the church. താഴെയാണ് ഈ പാസ്റ്റർമാരും സെൻട്രൽ പാസ്റ്റർമാരും ചെറിയ കുഞ്ഞൊക്കെ താഴെയാണ്. Under these only all the pastors and leaders ആളുകൾ come. വിചാരിക്കും ഞങ്ങളാണ് ഇവിടുത്തെ മേധാവികള്. Sometimes we may think they are the big people. കുറെ കഴിയുമ്പോൾ നാട്ടിലെ അത്ര പുത്ര എല്ലാം കൂടെ മറിയുന്നതാണ്. And after sometimes they will all get in അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് trouble. പഠിപ്പിക്കുന്നത്. That's why we are teaching this. ഇത് പഠിപ്പിക്കുന്നത് നമ്മുടെ പെന്തിക്കോസിലെ ചില പാസ്റ്റർമാർക്ക് പോലും ഇഷ്ടമല്ലെന്ന്. Some of the pastors in the Pentecost അവരിതിനെ don't like എങ്ങനെയെങ്കിലും this ഇല്ലാതാക്കാൻ teaching. ശ്രമിക്കുന്ന കണ്ടില്ലേ? They want to corrupt this teaching. കാരണം അവരുടെ അകത്ത് ഏത് ആത്മാവെന്ന് എനിക്കറിയത്തില്ല. I don't know which ഇത്രയും spirit they വലിയ have. ആഴമേറിയ സത്യം പഠിപ്പിക്കുന്നതിന് തടസ്സം ചെയ്യാൻ TPM-ലെ പാസ്റ്റർമാർ തന്നെ കച്ചകെട്ടിറങ്ങി. The pastors from TPM is അപ്പൊ ഇവരുടെയൊക്കെ അകത്തിരിക്കുന്ന ആത്മാവ് എന്താണെന്ന് ഇത് പഠിച്ചോ. what type of spirit they have inside. ഒരു മാനസാന്തരപ്പെടുന്ന പെട്ടോട്ടെ. Let them repent. കസേരയുടെ ബലത്തിൽ നമ്മൾ അധികം നാൾ നിൽക്കത്തില്ല. We cannot stand forever in the strength of the throne. ഇതിനോട് മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ? Why they are rebellious ആരെങ്കിലും against this? ഇതിനെതിരെ നിന്നാൽ If anybody comes against അതിന്റെ this, അർത്ഥം that ഞങ്ങൾക്ക് means ഇവിടെ മേധാവികളായിട്ടിരിക്കണം. we want to be leaders ഈ here. സുവിശേഷത്തോട് പ്രസംഗിച്ചാൽ ഞങ്ങളുടെ കസേര തെറിക്കും. If this gospel is spoken, our throne will be, our chair will be removed. അതാണ് അന്ന് കർത്താവിനെതിരായിട്ട് മഹാപുരോഹിതന്മാർ നീങ്ങിയത്. That's why the high priest came against Jesus that time. ഇന്നത്തെ മഹാപുരോഹിതന്മാർക്ക് ഇതേ ആത്മാവുണ്ട്. Today high priests also have the same അവർ spirit. പ്രവർത്തിക്കട്ടെ. Let it work in them. ഇതിവിടെ നടക്കട്ടെ. Let it happen here. അവസാനം ഏത് വിജയിക്കും? And what will win? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കും. The work of the Holy Spirit അതിന് will win. വിരോധമായി പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഇവിടെ അവിടെ ശിക്ഷയുണ്ടെന്നാണ്. The people who works against him will get the punishment ഞാൻ here and there. പ്രത്യേകിച്ച് പറയല്ല, ഇത് സത്യം പറയാം. നാളെയെങ്കിലും ഇത് അബദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. I'm just telling the truths. അപ്പോൾ ഈ ആത്മാവാണ് നമ്മളെ നടത്തേണ്ടത്. This spirit has to lead us. നോക്കണം, ആ 7 ദീപങ്ങൾ, 7 lamps. ആ കുടമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന, And the bowl is our mind. ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുന്ന വചനവും The eyes of understanding ഇത് നമ്മുടെ enlightened. ഹൃദയത്തിൽ വരുമ്പോൾ When it comes to our mind, നമ്മളിൽ 7 ദീപങ്ങളുണ്ട്. the 7 lamps are there. ആ 7 ദീപം എന്ന് പറയുന്നത് What are the 7 lamps? ക്രിസ്തുവിലുള്ള 7 ആത്മാവാണ്. The 7 spirit in the Christ. അപ്പൊ ക്രിസ്തു നമ്മളിൽ പൂർണ്ണമാകുമ്പോൾ When the Christ get fullness ഈ in us, ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. this spirit started working in us. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ In Isaiah 14th ആ chapter, മുളയായ ക്രിസ്തുവിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു, കൂടെ എല്ലാം കൂടെ 7 ആത്മാവ്. വായിച്ച് Isaiah 11th chapter, യെശയ്യാ 11 11th chapter, Isaiah 11 verses 1 താഴോട്ട് വരിക. 11 verses. 1 onwards. And there shall come forth a rod out of the stem of Jesse, and a branch shall grow out of the roots. നോക്കണം, അതിന്റെ വേരിൽ നിന്ന് From the root, വളർന്നുകൊണ്ടിരിക്കും. it growing. വേരാരാ? Who is the root? ക്രിസ്തു. Christ is the root. അപ്പൊ ആ ക്രിസ്തു, ആ വേരിൽ നിന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മുളച്ചു വരുന്നത് വചനം. The word comes out of the root, വചനം ജഡമായി തീർന്നു. and the flesh became the life. അതിന് ക്രിസ്തു ഉണ്ടായി. And the Christ ആ became. ക്രിസ്തുവിൽ In that Christ, 7 സ്പിരിറ്റ്, there are 7 spirits. അതിന്റെ നടുത്തണ്ട് സ്പിരിറ്റ് ഓഫ് ഗോഡ്. The middle stem is the spirit of God. താഴോട്ട് വായിക്കുമ്പോൾ വായിച്ചേ. And the Spirit of the Lord shall rest upon him, the Spirit of wisdom and understanding. സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്. ഇപ്പൊ ഈ നിലവിളക്കിന് നടുത്തണ്ട് നോക്കിയേ, അതിന്റെ ഇടത്ത് വലത്ത്
വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ the spirit of counsel and might, കൗൺസിൽ ആൻഡ് മൈറ്റ്, the spirit of knowledge നോളേജ്, and of the fear of the Lord. ഗോഡ്. ഇത് ആണ് ഒരു മനുഷ്യൻ പൂർണ്ണമാകുന്നത്. This is has to be fulfilled in a man. അവന്റെ നിറവിന്മേൽ നിറവ് പ്രാപിച്ച്, Get the fullness of his ഓഫ് ക്രൈസ്റ്റ്, fullness of Christ. ക്രിസ്തുവിന്റെ നിറവിൽ. In the fullness of ഇതാണ് Christ. അതിന്റെ മാക്സിമം എന്ന് പറയുന്നത്. This is the maximum. അങ്ങനെയുള്ള മനുഷ്യർ, That kind of people, അവരാണ് മണവാട്ടിയായി തീരുന്നത്. they will become the bride. അതിനെ പ്രകാശിപ്പിക്കാൻ To enlighten that, നമ്മളിൽ തന്നെ ഉണ്ടല്ലോ വചനം. we have the word in us. പിന്നെ നമ്മൾ വചനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. We are getting word again and ദൈവസന്നിധിയിൽ again. പോയി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. We are getting in the presence of the God, നമ്മളിൽ വാക്യമുണ്ട്, and there is word in us. അത് നമ്മളെ ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കും. It will. ഇതാണ് നമ്മുടെ സ്വത്ത്. This is our ഇത് inheritance. പലർക്കും വേണ്ട, കാശുണ്ടാക്കാൻ പോവാ. Many people don't want this. ഈ Many കാശ് people going to get the money. പഠിക്കാത്ത ഗുണമുണ്ടോ? Why, with the money, what is the use? അതുകൊണ്ടാണ് മുമ്പേ അവന്റെ രാജ്യവും നീതി That's അന്വേഷിക്കുന്നത്. why seek the righteousness kingdom ഇതിനു of the വേണ്ടി God. പൗലോസ് ഉള്ള സാധനമെല്ലാം കളയുക. Because Paul has lost ഈ all things പരിജ്ഞാനം for this. പ്രാപിക്കാൻ ഇതെല്ലാം ത്യജിക്കുക. For this knowledge, he is losing ഇവിടെ പലരും everything. ഇത് തയ്ച്ചിട്ട് നാശത്തിന്റെ പുറകെ പോവുക. Many people is losing these kind of things to go to സമ്പാദിക്കാൻ the പുറകെ world. പോവുകയാണ്. They're going to the end. ഇതൊന്നും വേണ്ട പലർക്കും. Don't ഇത്രയും want this ആഴമേറിയ kind of- സത്യങ്ങൾ കൊടുത്തിട്ടും പലർക്കും ഇതൊന്നും വേണ്ട. These deeper truths many people don't want. ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന They want to ആളുകൾ destroy these ഇതായത് doctrines. കാരണം What is the reason? അവരെ മറ്റൊരു ആത്മാവ് ഭരിക്കുന്നു. There is another spirit is dominating പ്രാപിക്കേണ്ട ഒരു them. പ്രാപിച്ചെടുത്തോളൂ. ഇതാണ് 7 സ്പിരിറ്റ്. These are the 7 spirits. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും And the spirit of wisdom and knowledge, ആലോചനയുടെയും ബലത്തിന്റെയും might and power, ദൈവശക്തിയുടെയും പരിജ്ഞാനത്തിന്റെയും and ആത്മാവ്. the fear of the God. And ഇതാണ് 7 ആത്മാവ്. these are the 7 spirits. അതാണ് സദൃശവാക്യം 6:23 വായിക്കുമ്പോൾ, In Proverbs 6, കൽപ്പന ഒരു ദീപവും, the commandment is a lamp. കൽപ്പന ഒരു ദീപവും ഉപദേശം. Doctrine. 6 Proverbs 6:23. For the commandment is a lamp. ലാമ്പ് നോക്കണം. അപ്പോൾ വിളക്കെന്ന് പറയുന്നത് നമ്മുടെ കമാൻഡ്മെന്റ്സ് ആണ്, നമ്മൾ പഠിച്ച ഉപദേശങ്ങൾ. Commandments is the lamp. ഇത് അകത്തിരിക്കുമ്പോൾ When it is inside, ആ വിളക്ക് നമ്മളിൽ വരികയാണ്. and that lamp is coming inside. അടുത്തത് കമാൻഡ്മെന്റ്സ് ഓഫ് And the law is light, and reproofs of instruction are the way of life. നോക്കണം. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും. Law is the light. അപ്പോൾ ദീപവും നമ്മൾ, And we have the lamp, അത് പ്രകാശിക്കുന്ന വെളിച്ചവും നമ്മളാണ്. and the light is. ഇത് പ്രകാശിപ്പിക്കാൻ When to brighten 2 this, ഒലിവുമരങ്ങൾ, we need 2 olive trees. ക്രിസ്തുവും പരിശുദ്ധാത്മാവും. Christ and the Holy ഈ Spirit. പെന്തിക്കോസ് പ്രസ്ഥാനമെല്ലാം തീരാൻ പോവാ. The Pentecostal things is going to finish. എല്ലാം പൊളിച്ചു വിടാൻ പോവാ. Everything is going to be. ഇടയനെ വെട്ടും ആടുകൾ ചെതറും. God will smite the shepherd. പക്ഷേ ഇവർ സ്വതന്ത്രമായി ജീവിക്കും. And these people will live as, അവരുടെ അകത്ത് ഈ സത്യമുണ്ട്. because they have this truth. ദൈവത്തിന്റെ വചനം, The word of God. സത്യ വെളിച്ചം. The true light. I am the true light. I am the true light. ആ സത്യ വെളിച്ചമുള്ളവര് The people who have the true എവിടെ light, പോയാലും മങ്ങത്തില്ല. wherever they go, they will ആ not. വെളിച്ചം 20:27 വായിച്ച്. പ്രോവർബ്സ് 20:27, 8:11. പ്രോവർബ്സ് 20:27, 8:11, 8:5 വായിച്ചേ. The spirit of the man is the candle of the Lord. സ്പിരിറ്റ് ഓഫ് ദി മാൻ Is the candle of the Lord, യഹോവ, മനുഷ്യന്റെ ആത്മാവ് searching all the യഹോവയുടെ inward parts of ദീപം. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. അപ്പൊ നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വെളിച്ച വിളക്കാണ്. Our spirit is the candle of the God. അതാണ് വെച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. We have to search by it. അപ്പൊ ദൈവരാജ്യം നമ്മളിലാണ്. Then the kingdom of God is in അതിലോട്ട് us. നോക്കി ഇനി കാത്തിരിക്കണ്ട. No need to wait for it comes from somewhere. ദൈവരാജ്യം വന്നു കഴിഞ്ഞു. Already God has given ഈ the kingdom. പൂർണ്ണതയിലെത്തുമ്പോൾ When you are in this, ആ രാജ്യം നമ്മൾ വന്നു കഴിഞ്ഞു. the kingdom is already is in us. വന്നവരെല്ലാം കൂടെ ഒന്നാക്കിക്കൊണ്ട് പോകുന്നതാണ് മധ്യാകാശത്തിൽ. We get the caught up all the people together. അത് വേറെ ഉപദേശമാണ്. That's another doctrine. അത് അവിടെ ചെല്ലും മനസ്സിലായാൽ മതി. We will understand there. അവിടെ ചെല്ലുന്നവർക്ക് വേണ്ടി മനസ്സിലാക്കണമെങ്കിൽ അത് മതിയല്ലോ. Only the people will understand that. ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതാ. No need to explain this to other people. അപ്പൊ ദൈവത്തിന് സ്തോത്രം. Praise be to God. 8-ാം അധ്യായം 11-ാം വാക്യം വായിച്ച്. സദൃശവാക്യം പ്രോവർബ്സ് 8:11. അവിടെ എന്താ വായിക്കുന്നത്? For wisdom is better than rubies. നോക്കണം. ബെറ്റർ ദാൻ Rubies. റൂബീസ്. And all things that മുത്തുകളെക്കാൾ, അല്ലേ, വജ്രക്കല്ല് മുത്തിനേക്കാളും ദൈവത്തിന്റെ ജ്ഞാനമാണ് വലുത്. Wisdom is better than rubies. അടുത്ത്. and all things that may be desired are not to be compared to it. 15-ാം വാക്യം വായിച്ചേ. അവയാൽ ഞാൻ വാഴുന്നു. By me kings reign and princes. ഈ ജ്ഞാനമാണ് രാജാക്കന്മാർ വാഴേണ്ടത്. By me the kings reign. സഭയിലെ നടത്തിപ്പുകാരും സെൻട്രൽ പാസ്റ്റർമാർക്കൊക്കെ ഈ ജ്ഞാനത്തോട് ഭരിക്കണം. The center pastors and leaders should reign with this അക്ഷരത്തിന്റെ wisdom, പഴക്കത്തിലല്ല, not with the literal പാരമ്പര്യം knowledge, പറഞ്ഞല്ല, not with the അധികാരം tradition, കാണിച്ചല്ല. not with authority. അതുകൊണ്ടാണ് സൊളോമോൻ പറയുന്നത്, That's why Solomon says, ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്. the wise person has a light in the head. മറ്റു സദൃശവാക്യത്തിൽ വായിക്കുമ്പോഴേ The Proverbs we read, നോക്കണം, രാജാവ് തന്റെ കണ്ണുകൊണ്ട് ഭരിക്കുന്ന ദോഷം വിട്ടുള്ള. the king with his eye reign. സദൃശവാക്യം വായിക്കുമ്പോൾ In Proverbs, രാജാവ് തന്റെ കണ്ണുകൊണ്ട് ദോഷങ്ങളെ പെറുക്കിക്കളയുന്നു.
And the king with his eye finding the evil. അപ്പോൾ ആ കണ്ണെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ജ്ഞാനം. That eye means the wisdom of ഇതാണ് God. നമ്മൾ ഇതിൽ നിന്ന് അതാണ് ബൈബിളിൽ ഒളിച്ചു വെച്ച നിധി. This is the treasure hidden in the land. അതാണ് നമ്മൾ പ്രാപിക്കാൻ ഈ വില കൊടുക്കണം. അത്രയും വല്ല ഇത് സമ്പാദിച്ചെടുക്കാൻ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറുന്നുണ്ടെന്നാണ്. We have to give that praise. We have to അല്ലാതെ ചുമ്മാ count കിട്ടത്തില്ല, everything. ചുമ്മാ കിട്ടത്തില്ല. We cannot get simply. അതിനുവേണ്ടി വില കൊടുക്കണം. We have to give some അങ്ങനെ value. കൊടുക്കുന്നവർക്ക് ഇത് കൊടുക്കും. If we give that അവരെല്ലാ value, കാലത്തും രാജാക്കന്മാരായിരിക്കും. they will become kings always. അവരെല്ലായിടത്തും അവര് ജയാളികളായിരിക്കും. Everywhere they will be victorious. അതാണ് ഈ വചനത്തിന്റെയൊക്കെ സാരാംശം. This is the conclusion of all these things. നമുക്ക് ഈ ഒരു മരച്ചെന്ന് പ്രാപിച്ച് ജീവിക്കുക. We can get from this പിന്നെ olive അവിടെ trees and live. ക്രൈസ്റ്റിനെ കുറിച്ച് വായിക്കുമ്പോൾ 7 കണ്ണും 7 കൊമ്പും നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചു. We can read in Revelation Christ has 7 കൊമ്പെന്ന് പറയുന്നത് പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശക്തി. 7 horns means 7 power of God. 1 Corinthians 1:24 വായിക്കുമ്പോൾ ക്രിസ്തു ദൈവശക്തിയും ദൈവജ്ഞാനവും. 1 Corinthians we read Christ is the power and the wisdom of God. 132:7 വായിക്കുമ്പോൾ 132:7 of നമ്മൾ Psalms. ദൈവത്തിന്റെ ശക്തിയെ കാണുന്നു. Here we can see the power of God. വെളിപ്പാട് പുസ്തകം 19:6 സർവശക്തിയുള്ള കർത്താവായ യേശു, The Almighty Jesus. അവൻ സർവശക്തനാണ്, He is omnipotent. സർവജ്ഞാനൻ. He is omniscient. ഇതെല്ലാം നമ്മൾ പല പലരും കാണുന്നുണ്ട്. We already see these. പരിശുദ്ധാത്മാവ്, The Holy Spirit. രണ്ടുപേരുമാണ് സഭയുടെ 2 ഒലിവുമരങ്ങൾ. These are the 2 olive trees of അതുകൊണ്ടാണ് the church. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. That's why do not grieve the Holy അതിനാണല്ലോ Spirit. നമ്മൾ വീണ്ടെടുപ്പ് നാളിൽ മുദ്രയിട്ടിരിക്കുന്നത്. We are get sealed for the redemption day by Him. നോക്കണം, 1 Corinthians 5:23 വായിക്കുമ്പോൾ 1 Thessalonians 5:27. സമാധാനത്തിന്റെ ദൈവം തന്നെ ഞങ്ങളെ മുഴുവൻ The ശുദ്ധീകരിക്കുമാറാകട്ടെ. God of peace sanctify us holy. യോഹന്നാന്റെ സുവിശേഷം 6:63 John Gospel 6. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ The word what I teach you, ആത്മാവും ജീവനുമാകുന്നു. they are the life and നോക്കണം, യെശയ്യാ 48:16 in the Isaiah അവരുടെ ശക്തിയെ ജ്ഞാനത്തെയും വെളിപ്പെടുത്തിയിരിക്കുക. it shows the power and wisdom. എസെക്കിയേൽ 1:20 Ezekiel 1:20. ആത്മാവ് ചക്രങ്ങളിലാണ്. Spirit is in the wheels. ആത്മാവ് പോകേണ്ടിടത്തെല്ലാം ചക്രങ്ങളോട് ചേർന്ന് പോകുന്നു. The spirit will go to the place with the wheels. അതായത് ജീവികൾ നമ്മൾ, We are the creatures. ചക്രം നടത്തിപ്പ്, The wheels is the leading. ദൈവത്തിന്റെ ആത്മാവ്. The spirit of the God. ഒരേ ലൈനിലേക്ക് പോകും. 3 we will combine and go together. മറ്റൊന്ന്, Another thing, അവിടെ സക്കറിയാൽ നമ്മൾ വായിക്കുമ്പോൾ in Zechariah we read, സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കേട്ട് കണ്ട് സന്തോഷിക്കുന്ന. the God will be happy by seeing സെരുബ്ബാബേൽ എന്ന് the പറഞ്ഞാൽ പണിയുന്നവനാണ്. Zerubbabel is the one അപ്പൊ who ഓരോ പാസ്റ്റർമാരും വിചാരിച്ചോണം, every pastor has a നിങ്ങൾ thing. ലോക്കൽ പണിതാലും സെന്റർ പണിതാലും, Whether you build local or center, വിശ്വാസികളായ നിങ്ങൾ വീട് പണിതാലും, even though you are building a നിങ്ങൾ house, എല്ലാ സ്ഥലത്തും തൂക്കേട്ട കയ്യിലില്ലെങ്കിൽ you should have a plummet in your അവസാനം hand. നിങ്ങളുടെ പണി അംഗീകരിക്കത്തില്ല. Otherwise your work will not be തൽക്കാല accepted. ലാഭത്തിന് വേണ്ടി പോകരുത്. Do not go for the temporary benefit. തൽക്കാല ലാഭത്തിന് കുറെ പണം കിട്ടും, You will get some money, എന്തെങ്കിലും കിട്ടും, some food you will പക്ഷേ get, ദൈവസ്നേഹം തള്ളപ്പെട്ടു പോകും. but from the അതുകൊണ്ടാണ് presence of God you will be thrown. തൂക്കേട്ട പറയുമ്പോൾ The plummet says, ആമോസിന്റെ പുസ്തകം 7:8 വായിച്ച്, Amos 7:7. ആമോസ് 7:8 വായിക്കുമ്പോൾ Amos 7:8 we read. 7:8 ആമോസേ നീ എന്ത് കാണുന്നു? Amos, what are you seeing? Thus he shewed me, and behold, the Lord stood upon a wall made by a plumb line, and a plumb line in his hand. നോക്കണം, പ്ലംബല്ല, ഇത് തൂക്കേട്ട, തൂക്കുന്ന പോലെ കെട്ടം കാണുന്നു. Plummet and plumb line. ആലയത്തിൽ തൂക്കേട്ട പിടിക്കും. There will be a plummet in ഓരോ on the പണിയിലും temple. തൂക്കേട്ട പിടിക്കും ദൈവം. God will give this പണിതോ, plummet. ഓരോരുത്തരും പണിതോട്ടെ. You build. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ എല്ലാവരും പണിതോ. Upon the foundation of the Christ, everybody can ചിലര് മരം build. പുല്ല് വൈക്കോൽ, Some people with the straw. വെളിപ്പാടില്ലാത്ത മനുഷ്യർ മരം പുല്ല് വൈക്കോലോട് പണിയും. Some people will with the wood and straw. ചിലര് പൊന്നുവെള്ളി വിലയേറിയ കല്ല്. Some people the precious stones, അവസാനം gold and silver. തീയാണ് പരിശോധിക്കുന്നത്. Finally, fire will try this. സെൻട്രൽ പാസ്റ്റർ സെൻട്രൽ മദർ അല്ല വരുന്നത്, Not the center pastor, center mother. ലോക്കൽ പാസ്റ്റർ അല്ല Not വരുന്നത്. the local pastor will come. തീയാണ് വരുന്നത്. The fire will come. തീ വന്ന ഒരു ഭാഗത്തോട് കത്തിച്ചോണ്ടങ്ങ് പോകും. When the fire tries is, അപ്പോൾ വാല്യബിൾ അല്ലാത്തെല്ലാം കത്തിപ്പോവും. whatever it is not value will be banned. വാല്യബിൾ ആയിരിക്കുന്ന ഒന്നുകൂടെ വാല്യൂ ആയിട്ട് മാറും. Valuable things will become once again good. സ്വർണ്ണവും വെള്ളിയും തീ കൂടെ പോകുമ്പോൾ And with this silver and gold കുറച്ചുകൂടെ when it goes to the fire, ക്യാരറ്റ് വർദ്ധിക്കുന്നതായി തീരും. its character shining will go more. കുറച്ചുകൂടെ വിലയുള്ളതായി തീരും. It will be more അപ്പൊ valuable. ഈ തീ കൊണ്ട് 2 ഗുണമുണ്ട്. With the fire there are 2 things. ഇത് മനുഷ്യന് പ്രൊമോഷൻ കൊടുക്കുന്നു. It will give promotion, ഈ പരീക്ഷ തന്നെ ചിലരെ താഴ്ത്തി കെട്ടുകയും ചെയ്യും. and in this trial time it will കാരണം bring some മരം down. പുല്ല് വൈക്കോൽ വെന്ത് പോകും. And this wood അപ്പൊ പിന്നെ and straw will be ആർക്കും banned. പറയാനൊക്കത്തില്ല. Nobody can say anything. ഇതാണ് അവസാനം. This is the end. അല്ല, അവിടെ സെൻട്രൽ പാസ്റ്റർ നിന്നെ സഹായിക്കാൻ പോകത്തില്ല. No center pastor will help. ഈ കാലത്തും അങ്ങനെയുള്ളവരുടെ ആരുടെ ആശ്രയത്തിൽ പോവുകയും ചെയ്യും. In this time also we should get support of കാരണം them. അടുത്ത പരീക്ഷയിൽ അവർ കാണത്തില്ല. Next trial they won't be there. ചിലപ്പോൾ അവർക്ക് മുമ്പ് ഇവരായിരിക്കും തട്ടിപ്പോകുന്നത്. Maybe they will die before them. അതുകൊണ്ട് ഒരു മനുഷ്യനെ Do ആശ്രയിക്കരുത്. not trust any man. ഇങ്ങനെ ആശ്രയിച്ച് ജീവിച്ചവന്മാര് If you trust like this, എത്ര കേട്ടാലും ഇത്തിരി ആശ്രയം വേണം. and they need somebody അതുകൊണ്ടാണ് to പൗലോസ് trust. പറയുന്നത്, That's why Paul says കപ്പൽ തകർന്നു, കപ്പൽ the തകർന്നു. shipwrecked.
നീന്തറിയാവുന്നവൻ ചാടി The രക്ഷപ്പെട്ടു. people who know the swimming escaped. അവൻ ഒറ്റച്ചാട്ടം They just jumped കപ്പൽ ഉടയാൻ കാത്തിരിക്കുക, അവൻ ചാടി അക്കരയ്ക്ക് പോയി. and they just swimmed. വേറെ കുറെ പാർട്ടിയുണ്ട്, And many people, എത്ര കേട്ടാലും തലയ്ക്കകത്ത് കയറി. how much they hear, it will not go to the brain. പിന്നെ സമുദായക്കാർ പറഞ്ഞാൽ ഔസേപിതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. And they will ask Ausapajit to pray. കന്യാമറിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Oh Mary, pray for us. ഇനി ഔസേപിതാവിന്റെയും മറിയമ്മയുടെയും പ്രാർത്ഥനയുടെ പുറകെ നടക്കുന്ന വിശ്വാസികള്, There are some believers go because this Ausap and Mary. അല്ലെങ്കിൽ വലിയ ഔസേപ്പിന്റെ വലിയ മറിയമ്മയുടെ പുറകെ പോകുന്നവര് They will go behind the big Ausap and Mary. കർത്താവിന്റെ വരവിന് ശേഷം അവർക്ക് എവിടെങ്കിലും ഒരു പിടുത്തം കിട്ടണം. After the coming of the Lord, they need some trust. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായത്തിൽ Acts 27. നീന്തറിയാവുന്നവൻ ചാടി The രക്ഷപ്പെട്ടു, people who knows the swimming escaped. അല്ലാത്തവൻ Other persons, കപ്പൽ ഉടഞ്ഞതിന്റെ പലകെ കയറി പിടിച്ചു. they taken the wood of the ship. പലക അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ് തര അങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ട് അടിച്ച് 3.5 വർഷം കൊണ്ട് അവരും എത്തി. 3.5 അതാണ് years, രക്തസാക്ഷികൾ അന്ത്യക്രിസ്തുവിന്റെ കാലത്ത്. they are martyrs. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന It കാര്യം. all is going to happen. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ ഒരുങ്ങിക്കോണം. So you have to get ready. തൂക്കേട്ട The plummet, ദൈവത്തിന്റെ നീതിയെ കാണിക്കുക. it shows the righteousness of the God. നോക്കണം, യെശയ്യാ 28:17 വായിക്കുമ്പോൾ, Isaiah 28:7. വായിച്ച് യെശയ്യാ 28:17 28:17 of Isaiah, അവിടെ നമ്മൾ വായിക്കുമ്പോൾ where we read, വായിക്കാം, നീതിയെ ന്യായത്തെ അളവ് തിരടും, But they also have erred through wine, and through strong drink are out of the way. The priest and the prophet are erred through strong drink. They are swallowed up of wine. They are out of the way. യെശയ്യാ 28:7. 28:17 28:17 Judgment also will I lay to the line, and righteousness to the plummet. നോക്കണം, ന്യായത്തെ അളവ് തിരടും. അതുകൊണ്ട് ആരെല്ലാം സപ്പോർട്ട് ചെയ്താലും ശരി, who are supporting, ആരും കാണുന്നില്ലെങ്കിലും if nobody is seeing നമ്മുടെ you, പണികളെല്ലാം നീതി ന്യായത്തോടായിരിക്കും. all our work should be with the നീതി അവന് righteousness and നടുക്കട്ടും, justice. നീതി അവന് നടുക്കട്ടും, Righteousness is the വിശ്വസ്തത plumb അവന്റെ line, അരക്ക ചെയ്യും. and the judgment is ഈ going. നീതി ന്യായമില്ലാതെ If you don't have that മനുഷ്യനെ righteousness, ബോധിപ്പിക്കാൻ നടക്കുന്നവർ, if you are pleasing the man, സാഹചര്യങ്ങൾ ഉരുണ്ടു when വരുന്നവരെല്ലാം the opportunities come, ലക്ഷ്യത്തിലെത്തത്തില്ല. you will not reach the goal. നിന്നെ ദൈവം കാണുന്നു, The God sees you, മനുഷ്യനല്ല. not man. മനുഷ്യന് മുമ്പ് നല്ല പഞ്ചാര വാക്ക് പറഞ്ഞ് രക്ഷപ്പെടാം, In front of man, we can escape by ഇതിന്റെ flattery ബുദ്ധിയെല്ലാം words. ഉപയോഗിക്കാം. പക്ഷേ കർത്താവിന് ഉപയോഗിച്ചിലും We പിടിക്കും. can escape by your wisdom, but you cannot escape തീ with the God. പരിശോധിക്കുമ്പോൾ There the fire trial, നിലനിൽപ്പില്ലാതെ വരും. you cannot stay. അതാണ് നീതി, അവന്റെ നീതിയും ന്യായവും. Righteousness and judgment. നീതിയും ന്യായവും സിംഹാസനത്തിന് ആധാരം. Righteousness and judgment is the foundation of the യെശയ്യാ throne. നമ്മൾ വായിക്കുമ്പോൾ നീതിയായ ഒരു മുളയെ എഴുന്നേൽപ്പിക്കും. In Isaiah we can read, there is a branch of righteousness. നോക്കണം, അവിടെ വരുമ്പോൾ അവന്റെ സിംഹാസനത്തിരിപ്പാൻ To be in the throne, ഈശായുടെ സന്ധിയിൽ ഒരു നീതിയുള്ളവൻ എഴുന്നേൽപ്പിക്കും. from the generation of the അവൻ Jesse there will കാതി be a കേൾക്കുന്ന person, പോലല്ല, not he കണ്ണിൽ hearing from കാണുന്ന here, പോലല്ല, not by seeing, അവൻ നീതിയോടെ വിധിക്കും. he will judge by righteousness. ആ ഒരു ഭരണം That kind of ruling ലോകത്തിലും വരാൻ പോവുകയാണ്. is going to come very അതാണ് soon. യെശയ്യാ 32:1 വായിക്കുമ്പോൾ, That's what we read in Isaiah ഒരു 32:1. രാജാവ് നീതിയോടെ വാഴും. വായിച്ച് A king, യെശയ്യാ 32:1. Behold, a king shall reign in righteousness, and a prince shall rule in judgment. ഇപ്പോൾ ഈ അനുഭവം 1000 വർഷത്തിലേക്ക് വരും. when this experience comes to millennial അപ്പോൾ reign, ഇങ്ങനെ ഒരു അനുഭവത്തെ നമ്മൾ പൂർണ്ണപ്പെട്ട് കഴിഞ്ഞാൽ if you are getting perfected in പിന്നെ this നമ്മൾ stage, ഇവിടെ തന്നെ മണവാളനും മണവാട്ടിയോട് ചേർന്ന് ജീവിക്കുക. here itself we are living as a bride and bridegroom. അതാണ് എൻ്റെ രസം. That is the യെശയ്യാ thing. 62:5 വായിക്കുമ്പോൾ, Isaiah 62:5, മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്ന പോലെ, as the bridegroom is happy with the bride, മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്ന പോലെ as the bridegroom is നിന്റെ happy, ദൈവം നിന്നിൽ സന്തോഷിക്കും. വായിച്ച് ഐസയ്യാ 62:5. For as a young man marrieth a virgin, so shall thy sons marry thee. And as the bridegroom rejoiceth over the bride. ഇതാണ് നിത്യത. this is eternity. അപ്പൊ പിന്നെ നമ്മൾ പോകുമ്പോൾ, When we go to the eternity, ഞാൻ നടന്നു പോകുമ്പോൾ I'm walking, എന്നിൽ ആരൊക്കെ ഉണ്ട്? who are they with me? ക്രിസ്തുവുണ്ട്, മണവാട്ടിയുണ്ട്. Christ and bride in me. ഞാൻ എന്ത് ചെയ്യും? Oh, what I will do? ഞാൻ ഇല്ലാതായി. I'm no more there. എന്റെ സ്ഥാനത്ത് In my place, മണവാട്ടി, bride, ക്രിസ്തു. Christ, 2 in 1. 2 in 1. അതാണ് ദൈവത്തിന്റെ സൃഷ്ടി. That is the creation of ദൈവം God. തന്റെ സൃഷ്ടിയിൽ In the creation of the ആണും God, പെണ്ണുമായി സൃഷ്ടിച്ചു. male and female he created. ഇപ്പോൾ ആണും പെണ്ണും രണ്ടാ. Now male and female are സൃഷ്ടിച്ചപ്പോൾ ഒന്നായിരുന്നു. in the creation both together. ഇപ്പോൾ വീണ്ടും നമ്മൾ ഒന്നായി. Once again we became അപ്പോൾ together. ആണും എന്നിൽ, Male is inside പെണ്ണും എന്നിൽ. and female is inside. ആണാരാ? Who is male? ക്രിസ്തു. Christ. മണവാട്ടി ആരാ? Who is the bride? ഞാൻ. Myself. അപ്പം മിസ്റ്റർ ആൻഡ് മിസ്സസ്, Mr. and Mrs. അതാണ് ഒരു പേരിൽ അറിയപ്പെടുന്നത്. The one name it will be മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോസഫ്, Mr. and Mrs. Joseph. അല്ലെങ്കിൽ രാമേന്ദ്രൻ, Like Ramachandran, അല്ലെങ്കിൽ സുരേഷ്, Suresh, അല്ല ബഷീർ or Bashir. എന്നൊക്കെ പറയുന്നതിന്റെ കാരണം Because we say that ഒന്നാണ്. both are ഇനി അവർ together. രണ്ടല്ല ഒന്നത്രേ. There's no more two അപ്പൊ single. ക്രിസ്തു നമ്മളിൽ, Christ is in us. ഈ Bride is മർമ്മം in.
വലിയത്. This mystery is great. അതല്ലേ നല്ലത്. That is good. ഇപ്പം മനുഷ്യർക്ക് ഉത്തരവാദിത്വം ഒഴിയാൻ വേണ്ടി ആണിനും പെണ്ണിനെ കല്യാണം കഴിക്കുക, പിള്ളേരുണ്ടായിരിക്കുക. പക്ഷെ ഇതല്ല, ആണും പെണ്ണും ഒന്നിൽ, ആത്മാവിൽ, In the spirit. എന്തെങ്കിലും അതിന് സന്തോഷമുള്ളൂ. മറ്റേ കുറേ കഴിയുമ്പോൾ അസ്വസ്ഥരായി പോകും. Then there will be കാരണം discomfort. ഇല്ലീഗലാണ്. It's illegal. ഇത് ലീഗലാണ്. Now it is legal. ക്രിസ്തുവും പരിശുദ്ധാത്മ അല്ലെങ്കിൽ മണവാട്ടി ഒരാളെ. Christ and bride in the അതാണ് same person. ഉപദേശത്തിന്റെ അവസാനം. This is the end of the doctrine. അതാണ് നിത്യത. That is eternity. അപ്പൊ അവിടെ There. പിന്നെ അങ്ങ് സന്തോഷമല്ലേ. Afterwards rejoicing. പിന്നെ ഹണിമൂണാണ്. Then there is honeymoon. പോകണം. പിന്നെ അങ്ങനെയുള്ളവർക്ക് ഹണിമൂണാണ്. വേറെ അവർക്ക് ബാധ്യതയൊന്നുമില്ല. പെന്തിക്കോസും തലയിലില്ല, TPM ഇല്ല, IPC ഇല്ല, പിന്നെ സെൻട്രൽ പാസും ഇല്ല, സെൻട്രൽ മദറും ഇല്ല. അതൊക്കെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അറിവുള്ളതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. Yes, praise the Lord when they see. ശരിയാണ്. പക്ഷേ ഇത് സംഗതി വേറെയാ. Another thing. ഇത് ഇതിനെ വിട്ട് സംഘത്തെ വിട്ട് മാറി കിടക്കുന്നു. We are going away from the group. സെപ്പറേറ്റഡ്. We are separated. Real. കാരണം അവർക്ക് ഇനി ഇതൊന്നും ആവശ്യമില്ല. They don't want any. മണവാളനും മണവാട്ടി ഒന്നായി. Now the bride and bridegroom become അതുകൊണ്ടാണ് together. അപ്പോസ്തലൻ അവസാനത്തിൽ പറയുന്നത് In the end, ഇനി Apostle says, പ്രാർത്ഥിക്കാം, കാരണം ഇനി ഇത് കൂടുതൽ പ്രസംഗിക്കാൻ ഒക്കത്തില്ല. I can just pray. I cannot ഇനിയുള്ള preach anymore. അനുഭവമാണ്. After this ഇനിയുള്ള experience, അനുഭവമാണ്. after this only experience. അതുകൊണ്ടാണ് That's why എഫേസ്യർ 1:17 വായിക്കുമ്പോൾ Ephesians നിങ്ങളുടെ 1:17, ഹൃദയദൃഷ്ടി പ്രകാശം നിങ്ങൾ ഇന്നേക്ക് അറിയും. the eyes of understanding enlightened, and you will know this. എഫേസ്യർ 3:17 In Ephesians 3:17, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. the love which passeth every knowledge. ഫിലിപ്പിയർ 1:9 വായിക്കുമ്പോൾ Philippians 9:1, നിങ്ങളുടെ സ്നേഹം മേൽക്കമേൽ പരിജ്ഞാനത്തിലും your love പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം. abound more and more in the ഫിലിപ്പിയർ 1:9 മുതൽ 11 വരെ. കൊലോസ്യർ 1:9 മുതൽ. Colossians ഞാൻ 1:9. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ വായിച്ചു. We will read കൊലോസ്യർ 1:9. Colossians 1:9. സകല ജ്ഞാനത്തിലും വിവേകത്തിലും പരിജ്ഞാനത്തിലും സൽപ്രവൃത്തിയിലും സഹിഷ്ണുതയിലും ദീർഘക്ഷമയിലും നിങ്ങൾ അനുഭവത്തിൽ എത്തിച്ചേരും. You have to grow in all these things. ഫിലിപ്പിയർ 4:8-9. Philippians 4:8. സത്യമായതൊക്കെയും കരമായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽകീർത്തി ഇതെല്ലാം നിങ്ങൾ വന്നുകൊണ്ടിരിക്കും. You will get all these experiences. കൊലോസ്യർ 3:12. Colossians 3:12. വിശുദ്ധന്മാരും പ്രിയരുമായ മനസ്സിലിവ ദയ ഇതെല്ലാം ഉണ്ടാകും. അതിനുശേഷം അന്ന് വായിച്ചേ കൊലോസ്യർ 15 മുതൽ 3:15 മുതൽ വായിച്ചേ. Wherefore there neither a Greek nor Jew, circumcision nor uncircumcision, barbarian, Scythian, bond nor free, but Christ is all in all. ക്രൈസ്റ്റ് ഈസ് ഓൾ ഇൻ ഓൾ. മനസ്സിലായോ? എല്ലാവരും ക്രിസ്തു. Christ is all in all. എല്ലാവരും ക്രിസ്തു വന്നു കഴിഞ്ഞു. Christ is in everywhere. പിന്നെ ഇനി എന്താ? What is? നീ ജീവിച്ചു, You live. പാട്ടും പാടി നടന്നു. You നല്ല sing song. ആഘോഷമല്ലേ ഹണിമൂൺ. ഇനി Enjoy. കർത്താവ് ഭൂമി വരുന്നോടം വരെ Until God comes back, ഹണിമൂൺ. you in the honeymoon. വിരുന്ന സൽക്കാരം. It is a feast. പുതിയ സാരിയൊക്കെ കൊടുത്ത് They wear the new dress, ചാപ്പാട് മേടിച്ച് നല്ല ബിരിയാണി അടിച്ച് നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നില്ല. taking the feast and enjoy. പക്ഷെ അത് കഴിയുമ്പോൾ പിന്നെ കഷ്ടകാലം തുടങ്ങുക. Afterwards and again the tribulation നമുക്ക് ഈ comes. കഷ്ടകാലം കഴിഞ്ഞ് ജീവിതകാലം മുഴുവൻ ഹണിമൂണാണ്. But for us, the all സങ്കീർത്തനങ്ങളാലും trials finish. സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും നോക്കണം. പിന്നെ ജീവിച്ചാലും Even though അവർക്ക് വേറൊരു ബേർഡൻസും ഇല്ല. there is no more other burden. നോക്കണം. കൊലോസ്യർ 3 വായിച്ചപ്പോൾ Colossians 3 we read, വാക്കിലോ ക്രിയയിലോ എന്ത് ചെയ്താലും whatever we read in ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കട്ടെ. the word of the Christ richly dwell in us. വായിച്ചേ എഫേസ്യർ 5:19 വായിച്ചേ. 5:19 of Ephesians. എഫേസ്യർ 5:19 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും Speaking to yourselves in psalms and hymns and spiritual songs, singing and making melody in your heart. പാട്ട് പാടുക, സന്തോഷിക്കുക, Singing, enjoying, അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന് പിള്ളേർ പറയുന്ന പോലെ live happily. അവർക്കെല്ലാം ഭാരതി. പക്ഷെ ആൾക്കാർ നോക്കുമ്പോൾ But when they see നമ്മൾ ദുഃഖത്തിന്റെ മുഖത്തോടെ ഇരിക്കും. we with the face of sorrow, അതൊരു പ്രൊട്ടക്ഷനാണ്. that is just a protection. ശാഖമോ മാതളം പോലെ Like a pomegranate, ദൈവവചനത്താൽ നിറഞ്ഞ് filled with the ദൈവത്തിൽ word of God. സന്തോഷിച്ച് ജീവിക്കുന്ന ഒരാഴ്ച. You'll be happy with the word of God. അതാണ് 1 തെസ്സലോനിക്കർ 5:16 വായിച്ച്. 1 Thessalonians 5:16. സന്തോഷിപ്പിൻ. Rejoice. വായിച്ചേ. Rejoice evermore. എല്ലായ്പ്പോഴും സന്തോഷിക്കും. Rejoice evermore. സന്തോഷിക്കും. അവർക്ക് സന്തോഷം വരും. വേറെ ഒന്നിനെ കുറിച്ച് അവർക്ക് ഭാരമില്ലല്ലോ. They don't have any burden. അവർ ഇത്രയും നാൾ കാത്തിരുന്നവൻ അകത്ത് വന്നു. He came inside. ക്രൈസ്റ്റ് ഓൾ ഇൻ ഓൾ. Christ all in all. ഈ സ്റ്റെപ്പിൽ എത്തുമ്പോൾ ഭാഗ്യമായി. When you enter this step, you'll be blessed. അതുകൊണ്ടാണ് ഒന്നിനെ കുറിച്ച് എപ്പോഴും സന്തോഷിപ്പിൻ. പിന്നെ ഫിലിപ്പിയ ലേഖനം 4:4 വായിച്ച്. ഫിലിപ്പിയർ 4:4. Rejoice in the Lord always, and again I say rejoice. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഫിലിപ്പിയർ അല്ലേ? Let your moderation be known unto all men. The Lord is at hand. മലയാളം വായിച്ച് ഫിലിപ്പിയർ 4:4 പറയുന്നു. അടുത്ത് അറിയട്ടെ. ഇനി നിങ്ങൾ വെളിപ്പെടുത്തി ജീവിച്ചാൽ മതി. Show yourself. അതാരാടാ പോകുന്നത്? Where it is going? ഇന്നടത്ത് തോമാച്ചനും ബിസസും.
Thomas and Mrs. is going. അപ്പോൾ നമ്മൾ രണ്ടുപേരും കാണാം. We can see both of them. ആ ഒരു ഭാഗ്യത്തിലേക്ക് നമ്മൾ വരിക. That blessed മണവാളൻ phase we are മണവാട്ടി, coming. Bride and കുഞ്ഞാടിന്റെ bridegroom. കല്യാണം വന്നുവല്ലോ. Like the marriage തന്റെ of കാന്തയും the bride. തന്നെത്താൻ ഒരുങ്ങിയിരിക്കുക. The bride has made herself ready. ഈ മഹാഭാഗ്യമാണ് ഈ മാർഗത്തിന്റെ അവസാനം. This is the biggest blessing of this faith. നാം ഇതിലേക്ക് എത്തിക്കോണം. We have to come to വെറുതെ this ആയുസ് faith. കളയരുത്, വഴക്കം പിടിച്ച് പോകണം, Not waste our life കള്ളത്തരവും കാണിച്ച് showing തൽക്കാല wickedness. കാശിന് വേണ്ടി അല്ല കാശ് സ്നേഹിച്ച് ദുര്യാഗത്തിന് പുറകെ പോരുത്. We should not go with the covetousness or സത്പ്രവൃത്തികളാൽ greediness. നിറയണം. Filled with the good works. ദൈവത്തിന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും മഹത്വവും ഒട്ടും കുറയ്ക്കാതെ കൊടുക്കണം. We have to give the glory and honor to God always. കളയുമ്പോൾ നമ്മൾ ദൈവത്തോട് മത്സരിക്കുകയാണ്. And when the spirit stirred up, we are rebellious against God. Then I will show ആരോടാ നീ മത്സരിക്കുന്നത്? whom we are troubling, ആരോടാ വ്യാജം കാണിക്കുന്നത്? to whom we are lying. ഈ വെളിപ്പാടില്ല. This revelation you don't have. ഇതിനെല്ലാം ജയിച്ചു വരുന്നവര് To overcome all these things, അവർ ദൈവത്തെ സ്വന്തമാക്കും. they will inherit the God. അത്രയുമല്ല എൻ്റെ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം Because of the knowledge, the excellency of the knowledge of the എല്ലാം God. ഉപേക്ഷിച്ച് ചവറന്നിടുന്നു. I count everything as a യേശു dung. എനിക്ക് സ്വന്തമായി, Jesus is mine. കർത്താവിനെ എനിക്ക് സ്വന്തമായി കിട്ടി. I had Jesus mine. തിരുസഭ ഇല്ലയോ? The പാട്ടുകാരൻ Holy പാടുന്ന പോലെ എവിടാ ഒരു പാട്ടുണ്ടല്ലോ, 303 പാട്ടോ, 332 പാട്ടൊന്ന് പാടിക്കുകയും. തിരുസഭയെ നിൻ ദീപങ്ങളാകവേ പ്രഭയാൽ വിളങ്ങിടട്ടെ. തിരുസഭയെ ദീപങ്ങളെന്നു സൂര്യപ്രഭപോൽ വിളങ്ങിടട്ടെ. മഹിമയിൻ തേജസ്സിലെഴുന്നള്ളി വരുമ്പോൾ, മഹിമയിൻ തേജസ്സിലെഴുന്നള്ളി വരുമ്പോൾ മണവാളനോടു ഞാൻ ആയി, മണവാളനോടു നാം ആകും. തിരുസഭയെ നിൻ ദീപങ്ങളെന്നും സൂര്യപ്രഭപോൽ വിളങ്ങിടട്ടെ. തിരുസഭയെ നിൻ സൂര്യപ്രഭപോൽ വിളങ്ങിടട്ടെ. മഹിമയിൻ തേജസ്സും മഹിമയിൻ തേജസ്സിലെഴുന്നള്ളി വരുമ്പോൾ മണവാളനോടു നാം, മണവാളനോടു നാം സൈന്യബലത്താൽ രാജ്യങ്ങളാകവെ തകർന്നുടങ്ങിയിടും ദിനം ദിനമായി. സൈന്യബല രാജ്യങ്ങളാകവെ തകർന്നുടങ്ങിയിടുന്നു. സൈന്യത്തിൻ ശക്തിയാലൊന്നിനുമല്ല, സൈന്യത്തിൻ ശക്തിയാലൊന്നിനുമല്ല, ആത്മബലത്താൽ ജയമെടുക്കേ, ആത്മബലത്താൽ ജയമെടുക്കേ. സൈന്യത്തിൻ ശക്തിയാലൊന്നിനുമല്ല, സൈന്യത്തിൻ ശക്തിയാലൊന്നിനുമല്ല,